بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനികളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു റമദാൻ കൂടി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരവേൽക്കാനും യാത്രയേൽക്കാനും അല്ലാഹു അവസരം തന്നു. ഇനിയും ധാരാളം റമദാനുകളെ സ്വീകരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. ഈ റമദാൻ ശരീഫ് കടന്നതിന് ശേഷം തന്നെ ഒരുപാട് ആളുകൾ നമ്മെ വിട്ടുപിരിഞ്ഞു പോയി. അതിൽ എൻ്റെ നെല്ലു സഹോദരൻ, എൻ്റെ എളാപ്പ മിഞ്ഞാന്ന് മരണപ്പെട്ടു. അല്ലാഹു അവരുടെ ഖബറിനെ സന്തോഷത്തിലാകട്ടെ. അതുപോലെ ബന്ധപ്പെട്ട പലരും, എനിക്ക് തന്നെ പരിചയമുള്ള ധാരാളം ആളുകൾ, ബന്ധത്തിൽപ്പെട്ട പലരും ഈ റമദാൻ കടന്നതിന് ശേഷം മരിച്ചു പോയവർ കൊണ്ട് അല്ലാഹു എല്ലാവരുടെയും ഖബറിനെ സന്തോഷത്തിലാക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത വലിയ നിഅമത്താണ് അല്ലാഹു ബഹുമാനിച്ച ദിനങ്ങളെ, അല്ലാഹു ബഹുമാനിച്ച രാത്രികളെ, അല്ലാഹു ബഹുമാനിച്ച സമയങ്ങളെ എതിരേൽക്കാനും അത് നല്ലതിന് വേണ്ടി ഉപയോഗപ്പെടുത്താനും സാധിക്കുക എന്നത് അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണ്. ഏത് സ്ഥലത്തിനും സന്ദർഭങ്ങൾക്കും അല്ലാഹു ബഹുമാനം നൽകുന്നുണ്ടോ ആ സമയത്ത് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് ധാരാളം പ്രതിഫലങ്ങൾ, വളരെ ആനുകൂല്യങ്ങൾ ലഭിക്കും എന്നതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യാനും അല്ലാഹുവിലേക്ക് അടുക്കാനും അല്ലാഹു നമ്മെ സ്നേഹിച്ച് നമുക്ക് തരുന്ന സമയങ്ങൾ, അല്ലാഹു നമ്മെ
കൊണ്ടുള്ള കാരുണ്യം കൊണ്ട് നമുക്ക് തരുന്ന ചാൻസ് ഉണ്ട്. അതൊരു മനുഷ്യൻ നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിന് പകരം അള്ളാഹു വിരോധിച്ച വിഷയങ്ങളിൽ ചെലവഴിക്കുമ്പോൾ അള്ളാഹുവിന് കടുത്ത വെറുപ്പും അതിന്റെ ശിക്ഷ കൂടുതൽ ശക്തിയുള്ളതും ആണ്. അതുകൊണ്ടാണ് അങ്ങാടിയിൽ വെച്ച് അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ വെച്ച് ഒരാൾ തെറ്റായ പ്രവർത്തനം ചെയ്യുന്നതും പള്ളിയിൽ വെച്ച് തെറ്റായ പ്രവർത്തനം ചെയ്യുന്നതും ഒരുപോലെ അല്ല. പള്ളി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചെയ്യാൻ വേണ്ടി തന്നെ വെച്ചിട്ടുള്ള, അല്ലാഹുവിലേക്ക് അടുക്കാൻ തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് പള്ളി. ആ പള്ളിയിൽ വെച്ച് അല്ലാഹുവിനോട് ധിക്കാരം പ്രവർത്തിക്കുമ്പോൾ അത് സാധാരണ തെറ്റിനേക്കാൾ എത്രയോ ഗൗരവവും ഉള്ള തെറ്റാണ്. ഇതുപോലെ ഹറം ശരീഫിൽ വെച്ച് ഇബാദത്തുകൾ ചെയ്യുമ്പോൾ 1,00,000 ഇരട്ടി പ്രതിഫലം ലഭിക്കുമെന്നൊക്കെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ഹറമിന്റെ ബൗണ്ടറിയിൽ മുഴുവനും ആ ബഹുമാനം ലഭിക്കുമെന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. മസ്ജിദുൽ ഹറാമിൽ വെച്ച് നിസ്കരിക്കുന്നതിന് അതിനേക്കാളൊക്കെ എത്രയോ കൂടുതൽ പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. ഹറം എന്ന് പറഞ്ഞ ബൗണ്ടറിയിൽ തന്നെ 1,00,000 ഇരട്ടി പ്രതിഫലം സൽക്കർമ്മങ്ങൾക്ക് ലഭിക്കും. അവിടെ വെച്ച് തെറ്റ് ചെയ്താൽ ആ തെറ്റിന്റെ ശിക്ഷയും അതിഭയങ്കരം ആണ്. ഇതുപോലെ സമയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് അടുക്കാൻ വേണ്ടി നമുക്ക് തരുന്ന സമയങ്ങൾ, അല്ലാഹു കാരുണ്യം ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള സമയങ്ങൾ, ആ സമയങ്ങളിൽ നാം തെറ്റുകളിൽ ഏർപ്പെട്ടു പോയാൽ സാധാരണ തെറ്റുകളിൽ ഏർപ്പെടുന്നത് പോലെ മാത്രം അല്ല, അത് വളരെ ഗൗരവം ഉള്ളതാണ്. പെരുന്നാൾ അതൊരു വലിയ പുണ്യദിനമാണ്. ആ വാക്കിന്റെ അർത്ഥം തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ സാധാരണയായി പെരുന്നാൾ ദിനത്തിൽ ഇങ്ങനെ പരിപാടി പലപ്പോഴും ഇവിടെ തന്നെയും സംഘടിപ്പിക്കാറുണ്ട്. അപ്പോഴൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. പെരുന്നാൾ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വലിയ ദിവസം എന്നാണ്. പെരുന്നാൾ, പെരു എന്നത് മലയാളത്തിൽ വലുത് എന്നതിനെ അറിയിക്കുന്ന ഒരു വാചകമാണ്. പെരുന്നാൾ, പെരുമ്പാം, പെരുങ്കാൽ എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. വലിയത് എന്നാണ്. പെരുന്നാൾ വലിയ ദിവസം എന്നാണ്. അല്ലാഹുവിന്റെ അടുക്കൽ വലിയ ദിവസമാണ് പെരുന്നാൾ. വലിയ മഹത്വമുള്ള ദിവസമാണ് പെരുന്നാൾ. ആ പെരുന്നാൾ ദിനം, ആ ദിനത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കേണ്ട ഒരു ദിനം. അതോടുകൂടി തന്നെ നമുക്ക് അല്ലാഹു അനുവദിച്ച സന്തോഷങ്ങൾ കൈമാറാനുമുള്ള ഒരു ദിനം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ മദീനയിൽ മദീന നിവാസികളായ ആളുകൾക്ക് അവരുടെ സുദിനങ്ങളായി 2 ദിവസങ്ങൾ ഉണ്ടായി. ആ ദിവസങ്ങളിൽ അവർ അനുവദനീയമായ രൂപത്തിലുള്ള ചില പരിപാടികൾ സംഘടിപ്പിക്കുന്നതായി കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദാനി യൗമാനി, ഈ 2 ദിനങ്ങൾ എന്താണ്? അവർ പറഞ്ഞു, യൗമാനി നൽഅബു ഫീഹിമാ ഫിൽ ജാഹിലിയ്യ, ഞങ്ങൾ ഇസ്ലാമിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജാഹിലിയ്യ കാലത്ത് നമ്മൾ സന്തോഷിക്കാനും കളിക്കാനും ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു 2 ദിനങ്ങളാണ് ഇത് എന്ന് പറഞ്ഞു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് അബ്ദലകും ബിഹിമാ ഖൈറൻ മിൻഹുമാ അൽ-ഈദൈനി അൽ-ഫിത്ർ വൽ അദ്ഹാ, അതിനേക്കാൾ നല്ല 2 ദിവസം നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം തന്നിരിക്കുന്നു. അത് ഒന്ന് ചെറിയ പെരുന്നാൾ ദിനവും ഒന്ന് വലിയ പെരുന്നാൾ ദിനവുമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ മസ്ജിദിൽ ഒന്നും കസേര കൊണ്ട് അടുപ്പിച്ചിട്ടുണ്ട്. ഈ അടുപ്പറ ഒരു വേണ്ട വെള്ളില്ലാതെ 2 കസേര കൊണ്ട് അടുപ്പിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹു ഖദ് അബ്ദലകും
ബിഹിമാ ഖൈറൻ മിൻഹുമാ അൽ-ഈദൈനിൽ ഫിത്ർ വൽ അദ്ഹാ. നിങ്ങൾക്ക് വളരെ ഉത്തമമായ രണ്ട് ദിനങ്ങൾ അല്ലാഹു പകരം തന്നിരിക്കുന്നു. ഒന്ന് അൽ ഫിത്ർ, നോമ്പ് അവസാനിക്കുന്നതോടുകൂടി ഉള്ള ആഘോഷ ദിനം, അതാണ് പെരുന്നാൾ. വൽ അദ്ഹാ, ബലി പെരുന്നാൾ. ബലി അറുക്കുന്ന പെരുന്നാളായതുകൊണ്ട് ബലി പെരുന്നാൾ എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ വലിയ പെരുന്നാൾ എന്നും ആ ദിനത്തെ സംബന്ധിച്ച് പറയാറുണ്ട്. രണ്ടും സുദിനങ്ങൾ. ഈദ് എന്നാണ് അറബിയിൽ പെരുന്നാൾ എന്ന് പറയുന്നത്. ഈദ് എന്ന പദം എന്താണ് കുറിക്കുന്നത്? അറബിയിൽ ആദ എന്ന് പറഞ്ഞാൽ മടങ്ങി വന്നു എന്നാണ് അർത്ഥം. ഈദ് എന്ന് പറയുന്ന പദം മടങ്ങി വരുന്ന ദിനം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. വർഷത്തിൽ ആവർത്തിച്ച് മടങ്ങി വരുന്ന ദിനം. അതുകൊണ്ടാണ് ഈദ്, കൊല്ലത്തിൽ ഒരിക്കൽ മടങ്ങി വരുന്ന ദിനം എന്നതാണ് ഈദ് എന്നതുകൊണ്ട് വീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ വർഷത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ആവർത്തിച്ചു വരുന്ന സുദിനം, അതാണ് പെരുന്നാൾ. ഈ ദിനം അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സ്ഥാനം നൽകിയ ഒരു ദിനം. അതിനാൽ അല്ലാഹുവിനെ അടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ നാം മുഴുകുകയും അല്ലാഹുവിനെ അടുക്കാൻ കാരണമാകുന്ന വചനങ്ങളിൽ നാം ശ്രദ്ധിക്കുകയും വേണം. അതോടൊപ്പം തന്നെ നമുക്ക് സന്തോഷിക്കാനുള്ള ദിനമാണ്. പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത്, നല്ല ഭക്ഷണം കഴിക്കുന്നത്, കുടുംബബന്ധം ചേർക്കുന്നത്, അയൽവാസികളുമായി സന്തോഷം പങ്കിടുന്നതും, എല്ലാ വിഭാഗം ജനങ്ങളോടും സൗഹാർദ്ദത്തിന്റെ സന്ദേശം അറിയിക്കുന്നതും, പരസ്പര സ്നേഹവും പരസ്പര ഐക്യവും പരസ്പര ബന്ധങ്ങളും ഉണ്ടാക്കുന്നതും എല്ലാം ഈ ദിനത്തിൽ പ്രത്യേകം പുണ്യമുള്ളതാണ്. ഈ മഹത്തായ ദിനം പലപ്പോഴും വഴിതെറ്റി സഞ്ചരിക്കുന്ന പലരും അല്ലാഹു ഇഷ്ടപ്പെടാത്ത പലതിനും ഉപയോഗിച്ചു പോകുന്നു എന്നത് വാസ്തവത്തിൽ വളരെ സങ്കടകരമായ ഒരു വിഷയമാണ്. അതിന് പകരം സൽക്കർമ്മങ്ങളിൽ ജനശ്രദ്ധ പിടിച്ചു നിർത്തുക, സൽക്കർമ്മങ്ങളിൽ ജനങ്ങളുടെ മനസ്സിൽ ബന്ധപ്പെടുത്തുക എന്നതാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ പൊരുത്തപ്പെട്ട സൽക്കർമ്മങ്ങളിൽ ഒന്നായി നമ്മുടെ ഈ സദസ്സും നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാണ്. സഹോദരന്മാരെ, ഭൗതികമായ ലോകം ഏത് ചിന്തിക്കുന്ന മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയും. ഒരു സന്തോഷത്തിന്റെ പിന്നിൽ ഒരു ദുഃഖമാണ്, ഒരു ദുഃഖത്തിന്റെ പിന്നിൽ വേറെ സന്തോഷങ്ങളാണ്. രോഗത്തിന്റെ പിന്നിൽ ആരോഗ്യമാണ്, ആരോഗ്യത്തിന്റെ പിന്നിൽ അനാരോഗ്യമാണ്. നന്മയുടെ പിന്നിൽ തിന്മയാണ്, സന്തോഷത്തിന്റെ പിന്നിൽ ദുഃഖമാണ്. അത് ഈ ഭൗതികമായ ലോകത്തിന്റെ അവസ്ഥാവിശേഷമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ മനുഷ്യൻ അവൻ ഭക്ഷണം കഴിക്കുമ്പോൾ അവന് സന്തോഷമാണ്, നല്ല ഭക്ഷണം അവൻ കഴിക്കും. ഒരല്പം കഴിയുമ്പോൾ ആ ഭക്ഷണം അവന് ദഹിച്ചു കിട്ടിയാൽ അൽഹംദുലില്ലാഹ് സന്തോഷമാണ്. കഴിച്ച ഭക്ഷണം ദഹിച്ചില്ലെങ്കിൽ പ്രയാസം. ഇനി അഥവാ അത് ദഹിച്ച് പോഷകാംശങ്ങൾ ശരീരത്തിൽ ലഭ്യമായതിനു ശേഷം ഉണ്ടാകുന്ന മാലിന്യം അതിന് ശരീരത്തിൽ നിന്ന് പ്രയാസമില്ലാതെ പുറംതള്ളപ്പെട്ടാൽ അൽഹംദുലില്ലാഹ് സന്തോഷമാണ്. അതിന് വല്ല പ്രയാസങ്ങളും അനുഭവിച്ചാൽ വലിയ ബുദ്ധിമുട്ടും വിഷമവും വേദനയുമാണ്. ഏത് ചെറുപ്പക്കാരനും അല്പ ദിവസം കഴിയുമ്പോൾ
അവന്റെ യൗവനം നശിച്ച് അവൻ വാർദ്ധക്യം സംഭവിക്കുകയാണ്. അങ്ങനെ ഈ ലോകത്തിന്റെ അവസ്ഥ, യഥാർത്ഥ സന്തോഷം എന്നത് ഏത് സമയത്തും ലഭ്യമാവുക എന്ന ഒരു രൂപം ഈ ഭൂമിയിൽ ഇല്ലേയില്ല. ഒരിക്കൽ സന്തോഷപ്പെടുന്നത് പിന്നെ ഒരിക്കൽ ദുഃഖം, ദുഃഖം മാറുമ്പോൾ ചില സന്തോഷം. ഒന്ന്. രണ്ടാമത്തത്, ലോകത്തിൽ സന്തോഷം എന്ന് പറയുന്നത് ആർക്കാണ്, എപ്പോഴാണ്, എങ്ങനെയാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? മാനസിക രോഗികളായ ധാരാളം ആളുകൾ ഈ ഭൂമിയിൽ ഉണ്ട്. അല്ലാഹു കാക്കട്ടെ. രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖപ്പെടുത്തട്ടെ. കടുത്ത മാനസിക രോഗം. അവർ ആ മാനസിക രോഗത്തിന്റെ കാരണത്താൽ പലപ്പോഴും നഗ്നത മറക്കാതെ, കുളിക്കാതെ, അതുപോലെ വൃത്തിയില്ലാതെ അങ്ങാടിയിലൂടെ അലഞ്ഞു നടക്കുന്നതിനിടയിൽ ആ മാനസിക രോഗികൾ പൊട്ടിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. അവർക്ക് അപ്പോൾ സന്തോഷമുണ്ടാവും. സന്തോഷമുണ്ടാണല്ലോ അവൻ ചിരിക്കുന്നു. പക്ഷേ അവൻ അറിയുന്നില്ല, ഞാൻ ഈ ചിരിക്കുന്നത് കണ്ട് വേറെ ചില ആളുകൾ ഞാൻ ഇങ്ങനെ ആയിപ്പോയി എന്നതിൽ സങ്കടപ്പെടുന്നവരും ചിലപ്പോൾ ഞാനിങ്ങനെ ആയത് അതിന്റെ അടിസ്ഥാന കാര്യങ്ങൾ അറിയാതെ, ചിന്തിക്കാതെ എന്നെ പരിഹസിച്ച് ചിരിക്കുന്നവരും അപ്പുറത്തുണ്ട് എന്ന് ഈ പൊട്ടിച്ചിരിക്കുന്ന മാനസിക രോഗി അറിയുന്നില്ല. അവൻ മാനസിക രോഗമുള്ള സമയത്ത് അവൻ സന്തോഷിക്കുകയാണ്, അവൻ സന്തോഷത്തിന്റെ ചിരി അവൻ ചിരിക്കുകയാണ്. അപ്പോൾ അവൻ സന്തോഷം. അതുപോലെ ഒരു മാനസിക രോഗി, അദ്ദേഹം ചിലപ്പോൾ കരയുന്നു. അദ്ദേഹം എന്തിനു കരയുന്നു? വാസ്തവത്തിൽ സന്തോഷിക്കേണ്ട കാര്യം ചിലപ്പോൾ അവൻ ദുഃഖമായിട്ടാണ് അനുഭവപ്പെടുന്നത്. അവൻ സന്തോഷിക്കേണ്ട കാര്യത്തിന് വേണ്ടിയാണ് അവൻ കരയുന്നത്. അവനെ നന്നായി കുളിപ്പിച്ച് നല്ല വസ്ത്രം ധരിപ്പിച്ച് അവനെ അവന്റെ വീട്ടിൽ കൊണ്ടുപോയി നന്നായി അവന്റെ റൂമിൽ കിടത്തി ഉറക്കാൻ വേണ്ടി ഒരു നല്ല മനുഷ്യൻ ആലോചിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അവനെ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി കുളിപ്പിക്കാനായിട്ട് നോക്കുകയും ചെയ്യുമ്പോൾ അവൻ ദുഃഖിക്കുകയാണ്, അവൻ കരയുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, സന്തോഷിക്കേണ്ട കാര്യത്തിന് അവൻ ദുഃഖിക്കുന്നു, ദുഃഖിക്കേണ്ട കാര്യത്തിന് അവൻ സന്തോഷിക്കുന്നു. അവന്റെ മനസ്സ് അവന്റെ നിയന്ത്രണത്തിൽ അല്ല, നമ്മുടെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലും അല്ല. ഞാൻ ഇങ്ങനെ ആലോചിച്ചു. ഞാൻ രാത്രി പ്ലെയിനിൽ കയറി ഇങ്ങനെ വരുമ്പോൾ എന്റെ സമീപത്തിൽ ഇരിക്കുന്നവരാണ്. അദ്ദേഹം എല്ലാ ആളുകൾക്കും പ്ലെയിനിൽ നിന്ന് പാട്ട് കേൾക്കാൻ വേണ്ടി ഒരു വസ്തു വിതരണം ചെയ്തു. അപ്പൊ ഇത് എന്താണ് സാധനം ആദ്യം മനസ്സിലാക്കാത്തവർക്ക് കിട്ടുന്നതെല്ലാം വാങ്ങി വെക്കുക. ഞാനും വാങ്ങി വെച്ചു. പിന്നെ പാട്ട് കേൾക്കാനുള്ള സാധനം ഞാനത് അവിടെ വെച്ചു. അപ്പൊ എന്റെ തൊട്ടടുത്തുള്ള ഒരാൾ അത് വാങ്ങി. അപ്പൊ യുഎഇയിലൊക്കെ പെരുന്നാളായിട്ട് നമ്മുടെ നാട്ടിൽ നോമ്പുമാണ്. അപ്പൊ റമദാനിന്റെ അവസാനമാണ്, നല്ലൊരു ദിവസമാണ്. എന്റെ സമീപത്തുള്ള ഒരാൾ അതെടുത്ത് ചവിട്ടിൽ വെച്ച് അയാള് പാട്ട് കേൾക്കുകയാണ്. പാട്ട് കേൾക്കുന്ന സമയത്ത് അയാളെ കൈയൊന്നും നിൽക്കുന്നില്ല. അയാളെ കൈയില്ല, അയാളെ കാലിന്റെ തുടക്കമൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. ഭയങ്കരമായി ഇങ്ങനെ അദ്ദേഹത്തിന്റെ ആ സന്തോഷം പലരുടെ പാട്ട് കേൾക്കുന്ന സന്തോഷം പലരുടെയാണ്. അയാളെ ചെറുതിൽ വെച്ച് കേൾക്കുന്നില്ല. ഞാൻ പറയാം അയാൾ ഭയങ്കര സന്തോഷമില്ല. പക്ഷെ ഞാൻ ആ സമയത്ത് ഭയങ്കര ദുഃഖത്തിലാണ്. അയാൾ ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദുഃഖമാണ്. എന്താണ് കേൾക്കാൻ കഴിയാത്തതുകൊണ്ടല്ല, കേൾക്കുകയാണെങ്കിൽ ദുഃഖം. ഞാൻ ദുഃഖിച്ചതിന്റെ പേരിലാണ് എന്റെ ദുഃഖം. ലക്ഷക്കണക്കിന് ആളുകളെ അവന്റെ റഹ്മത്ത് കൊണ്ട് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന സമയം, എത്രയോ ആളുകൾ അല്ലാഹുവിനെ പുറത്തു കൊടുക്കുന്ന സമയം, ലക്ഷക്കണക്കിന് ആളുകൾ കഅബ ശരീഫിന്റെ സമീപത്ത് വെച്ച് തവാഫ് ചെയ്തും
അതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്തും അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം എത്രയോ ലക്ഷങ്ങൾ മദീന ശരീഫിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിയാറത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു വലിയവനാണ് അല്ലാഹു വലിയവനാണ് ആവർത്തിച്ചിങ്ങനെ അല്ലാഹുവിന്റെ മഹത്വം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയം അൽ കിബ്രിയാഉ റിദാഇ വൽ അളമതു ഇസാരി വലിപ്പത്തരം അതെനിക്കുള്ളതാണ്, മഹത്വം അതെനിക്കുള്ളതാണ്. അതിലാരെങ്കിലും എന്നോട് തർക്കത്തിന് വന്നാൽ ഞാനുമായി ആ വിഷയത്തിൽ ഞാനാണ് വലിയവനെന്ന് മറ്റാരെങ്കിലും വാദിക്കാനോ ചിന്തിക്കാനോ വന്നാൽ ഞാനാണ് വലിയ മഹത്വമുള്ളവൻ എന്ന് ആരെങ്കിലും ചിന്തിക്കാൻ വന്നാൽ ഞാൻ അവനെ നശിപ്പിക്കാതിരിക്കില്ല എന്ന് അല്ലാഹു ജല്ല ജലാലുഹു പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ് ആവർത്തിച്ചത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ലെന്ന ഏറ്റവും മഹത്തായ കലിമത്ത് പറയുന്ന സമയം വലില്ലാഹിൽ ഹംദ്, സർവസ്തുതിയും അല്ലാഹുവിനാണെന്ന് പ്രഖ്യാപിക്കുന്ന സമയം മറ്റു പലരും ദിക്റിലും ഖുർആനിലും സമയം ചെലവഴിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ നിശ്ചയപ്രകാരം അവൻ തന്ന നിഅമത്ത് കൊണ്ട് മേൽഭാഗത്തുകൂടി അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം അവൻ നിശ്ചയിച്ചു തന്നതനുസരിച്ച് മേൽഭാഗത്തുകൂടി പറന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ മ്യൂസിക്കുകളും സിനിമകളും പാട്ടുകളും കേട്ട് അതാ ഒരാളിങ്ങനെ കൈവിന്റെ കാലിന്റെ തുടങ്ങിയ മേലെയൊക്കെ കൈകൊണ്ടടിച്ച് അദ്ദേഹം ഇങ്ങനെ ആഹ്ലാദിക്കുന്നത് കാണുമ്പോ എന്റെ മനസ്സിൽ എനിക്ക് ദുഃഖം വരികയാണ്. അല്ലാഹുവേ, ചിന്തിക്കാനുള്ളൊരു സന്ദർഭം, ചിന്തിക്കാനുള്ളൊരവസരം ഈ ചെറുപ്പക്കാരന് ലഭിച്ചില്ലല്ലോ. കാരണം താൽക്കാലികമായ ഈ കേൾവിയിലും താൽക്കാലികമായ ഈ സന്തോഷത്തിലും അദ്ദേഹം മതിമറന്നുപോയി. സന്തോഷത്തെക്കുറിച്ചും ദുഃഖത്തെക്കുറിച്ചും അദ്ദേഹം കൂടുതൽ ചിന്തിച്ചില്ല. ഉള്ള സന്തോഷങ്ങൾ താൽക്കാലികമായ സന്തോഷമാണ്, അവനവന്റെ സന്തോഷമാണെന്നും സന്തോഷിക്കേണ്ട രംഗമാണെന്നും തോന്നുന്നുണ്ടെങ്കിലും മറ്റു പലർക്കും അത് സന്തോഷത്തിന്റെ രംഗമാണെന്ന് തോന്നുന്നില്ല. ഇതുപോലെ സഹോദരന്മാരെ, യഥാർത്ഥ സന്തോഷം, മനുഷ്യന്റെ ഏറ്റവും വലിയ സന്തോഷം ഏറ്റവും സ്നേഹിക്കുന്നവരുമായി സ്നേഹം പങ്കിടുമ്പോഴാണ്. അതാർക്കാണ് അറിയാത്തത്? അകലങ്ങളിൽ പോയി കഴിയുന്ന ഒരു വ്യക്തി, വിദേശങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന ധാരാളം ആളുകൾ നമ്മുടെ നാടുകളിലൊക്കെ എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. സഹോദരന്മാരെ, വളരെ അകലങ്ങളിൽ പോയി ജോലി ചെയ്ത് വരുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ സന്തോഷം എപ്പോഴാണ് ഞാൻ പറയേണ്ടതില്ല. അദ്ദേഹം നാട്ടിലേക്ക് സ്നേഹിക്കുന്ന ഭാര്യമാരുടെ കൂടെ, സ്നേഹിക്കുന്ന മാതാപിതാക്കളോടുകൂടെ, സ്നേഹിക്കുന്ന കുടുംബങ്ങളോടുകൂടെ, സ്നേഹിക്കുന്ന മക്കളോടുകൂടെ അവരെത്തിച്ചേരുകയും അവരൊന്നായി ചേരുകയും അവരെ കാണുകയും അവരെ ബന്ധപ്പെടുകയും ചെയ്യുമ്പോഴാണല്ലോ അവന്റെ സന്തോഷം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. എന്നാൽ ഒരു യഥാർത്ഥ മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ സന്തോഷം അവനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ കുറിച്ചുള്ള ചിന്ത അവന്റെ പല്ലിൽ വരികയും ആ റബ്ബിലേക്ക് അവന്റെ മനസ്സ് തിരിക്കുകയും ചെയ്യുമ്പോഴുള്ള സന്തോഷമാണ്. ആ സന്തോഷം എന്നും നിലനിൽക്കുന്ന സന്തോഷമാണ്. ആ സന്തോഷത്തിന് ഒരിക്കലും തന്നെ മാറ്റമില്ല. അതൊരിക്കലും നഷ്ടപ്പെടുന്ന സന്തോഷവുമല്ല. ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടേണ്ട ലോകത്തിന്റെ മുഴുവൻ സൃഷ്ടാവായ റബ്ബിനെ സ്നേഹിച്ചുകൊണ്ടുള്ള സന്തോഷം. ഈ സന്തോഷത്തിനും ഈ സ്നേഹത്തിനും ചില ലക്ഷണങ്ങളുണ്ട്. അതാണ് ഇമാം ഹജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു,
من ادعى أربعا من غير أربع فهو كذاب. നാല് കാര്യങ്ങളില്ലാതെ വാദിക്കുന്നവൻ കള്ളം പറയുന്നവനാണ്. من ادعى حب الجنة ولم يعمل بطاعتي فهو كذاب. ഒരു മനുഷ്യൻ വാദിക്കുന്നു, ഞാൻ എന്നെന്നും എനിക്ക് സന്തോഷമുള്ള ലോകത്തെ ഇഷ്ടപ്പെടുന്നു, എപ്പോഴും സന്തോഷമുള്ളൊരു ലോകം, ഈ ഭൗതികമായ ലോകം അതല്ലെന്ന കാര്യം ഉറപ്പാണ്. അല്ലേ? സുബ്ഹാനല്ലാഹ്. ഈ ലോകത്തിന്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു സന്തോഷം, അതിന്റെ പിന്നിൽ ദുഃഖം. നല്ല ഒരു വിവാഹം നടക്കണം. ആ വിവാഹം നടക്കാൻ വേണ്ടി, വിവാഹം കഴിക്കാൻ വേണ്ടി നാട്ടിലേക്ക് വന്നൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹം വിവാഹാലോചനകൾ വരുമ്പോൾ സന്തോഷമാണ്, ചെന്ന് നോക്കുമ്പോൾ സന്തോഷമാണ്. പക്ഷേ അത് ഇഷ്ടപ്പെടാതിരിക്കുമ്പോൾ, ഒത്തുചേരാതിരിക്കുമ്പോൾ ദുഃഖമാണ്. അവസാനം അവന്റെ സന്തോഷം വിവാഹം നടക്കുമ്പോൾ സന്തോഷമാണ്. ആ വിവാഹം നടന്നതിന് ശേഷം പിന്നീട് അവന്റെ മനസ്സിൽ അവന്റെ കുടുംബങ്ങളും ഭാര്യയുടെ കുടുംബവും തമ്മിൽ സ്നേഹത്തോടെയും തെറ്റിപ്പോടെയും നീങ്ങാതിരിക്കുമ്പോഴെല്ലാം ദുഃഖമാണ്. അവസാനം അവനതാ ആ സ്വന്തം ഭാര്യ ഗർഭിണിയാകാതിരിക്കുമ്പോൾ അവന്റെ ദുഃഖം കൂടി കൂടി വരികയാണ്, ടെൻഷനാണ്. ഭാര്യയ്ക്കും അതുപോലെ അതാ അവൾ ഗർഭിണിയാകാതിരിക്കുമ്പോൾ അവർക്കും ദുഃഖമാണ്. പിന്നീട് അതാ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ വേണ്ടി ഗർഭധാരണയുണ്ടാകുമ്പോൾ സന്തോഷമാണ്. പക്ഷെ സന്തോഷത്തോടുകൂടെ ഓരോ സെക്കൻഡിലും ഭയമാണ്, ഓരോ സെക്കൻഡിലും ബേജാറിലാണ്, ഓരോ സെക്കൻഡിലും പേടിയിലാണ്. സുബ്ഹാനല്ലാഹ്. അതിനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഭർത്താവിനും ഭയമാണ്, ഭർത്താവിന്റെ വീട്ടുകാർക്കും പേടിയാണ്, ഭാര്യയുടെ വീട്ടുകാർക്കും വിഷമമാണ്, പേടിയാണ്. സന്തോഷമാണ്, പക്ഷേ അതിന്റെ പിന്നീട് ഭയമാണ്. അതേ, ആ ഭയത്തോടുകൂടെ നീങ്ങി പ്രസവവേദന കിട്ടിയെന്ന് പറയുമ്പോൾ ഒരു നിലക്ക് സന്തോഷമാണ്, ഒരു നിലക്ക് പേടിയാണ്. പ്രസവിച്ചു എന്ന് പറഞ്ഞപ്പോഴോ പിന്നീട് സുബ്ഹാനല്ലാഹ് ആ കുട്ടി മുലകുടിക്കുന്ന വിഷയത്തിലും കുട്ടിയുടെ സംരക്ഷണത്തിലും കുട്ടിയുടെ ആരോഗ്യത്തിലും പിന്നെയും പേടിയാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരാൾ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. ഒരു ചെറിയ കുട്ടി മുലകുടിക്കുന്നില്ല, വളരെ വിഷമം പറഞ്ഞു. അല്ലാഹു ആ കുട്ടിക്ക് ഖൈറായ ആഫിയത്തോടുള്ള ദീർഘായുസ്സ് നൽകട്ടെ, ആ കുട്ടിയുടെ രോഗം അല്ലാഹു സുഖപ്പെടുത്തട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഭൗതികമായ ലോകത്തിന്റെ അവസ്ഥയാണ്. ആ കുട്ടി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് അവിടെ പിന്നെയും ദുഃഖവും വേദനയും സന്തോഷവും ഭയവും ഇങ്ങനെ കലർന്നുകൊണ്ടല്ലാതെ ഒരു ജീവിതം ഈ ഭൗതിക ലോകത്ത് നാം കാണുന്നില്ല. രോഗം, മനുഷ്യന് രോഗം ബാധിക്കുന്നു, രോഗം ബാധിക്കുമ്പോൾ ദുഃഖമായി, മാറുമ്പോൾ സന്തോഷമായി. പക്ഷേ വീണ്ടും രോഗം വരുന്ന പേടിയായി, വീണ്ടും മറ്റു രോഗം വരുമ്പോൾ വിഷമമായി, മാറുമ്പോൾ സന്തോഷമായി. ഇങ്ങനെ സന്തോഷത്തിന്റെ കൂടെ ദുഃഖവും കൂടി കലർന്ന, അതേ ധൈര്യത്തിന്റെ കൂടെ ഭയവും കൂടി കലർന്ന, ഒരിക്കലും തന്നെ പ്യൂർ സന്തോഷം മാത്രം ഉള്ള ഒരു ലോകം ഈ ഭൂമി ലോകം അല്ലല്ലോ. അങ്ങനെ ഒരു ലോകം ഈ ലോകത്തെ കാണാൻ നിവൃത്തിയില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. ബാപ്പ മരിക്കുമ്പോൾ ദുഃഖം, മകൻ ജനിക്കുമ്പോൾ സന്തോഷം, മകന്റെ സ്വഭാവം മോശമായി കാണുമ്പോൾ ദുഃഖം, മകൻ നന്നായി കാണുമ്പോൾ സന്തോഷം. സുബ്ഹാനല്ലാഹ്. ദുഃഖവും സന്തോഷം ഇങ്ങനെ ഇടകലർന്നു കൊണ്ടുകൊണ്ടേയിരിക്കുന്നു. വിവാഹം കഴിച്ച് കുറച്ചു ദിവസം സന്തോഷത്തോടെ നീങ്ങിയ ഭാര്യ അവൾ അനാവശ്യം സംസാരിക്കുമ്പോൾ മനസ്സിന് ദുഃഖം, ഭർത്താവിനെ ഉദ്ദേശിച്ചതുപോലെ അല്ലാത്ത പെരുമാറ്റം കാണുമ്പോൾ അവൾക്കും ദുഃഖം. അങ്ങനെ നോക്കിയാൽ എവിടെ നോക്കിയാലും ഇവര് സന്തോഷം മാത്രമുള്ള ഒരു ലോകം ഇവിടെ ഇല്ല. ഇവിടെ ഇങ്ങനെ ഇടകലർന്നുകൊണ്ടുള്ള ഒരു ലോകം. ഇതുപോലെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഓരോ സ്ഥലത്തും ഐക്യം, ഐക്യത്തിന്റെ പിന്നിൽ അനൈക്യം, അനൈക്യത്തിന്റെ പിന്നിൽ ഐക്യം. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ വളരെ പെട്ടെന്ന് പറയാം. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ അവർ അതാ വിവാഹം കഴിയുന്നതോടുകൂടി ഐക്യമാണ്. സുബ്ഹാനല്ലാഹ്. അന്നത്തെ ദിവസം ഭാര്യ വീട്ടുകാരും ഭർത്താവിന്റെ വീട്ടുകാരും ഐക്യമാണ്. ഇനി നാളെ മുതൽ ഒരു രണ്ടും ഭിന്നിപ്പാണ്. കാരണം ഈ ഭർത്താവിന്റെ വീട്ടുകാരൻ എന്തിന്റെ തെറ്റിക്കുന്നു നോക്കി നടക്കുകയാണെങ്കിൽ, ഭാര്യന്റെ വീട്ടുകാരൻ എന്തിന്റെ തെറ്റിക്കുന്നു ഭർത്താവിന്റെ ആൾക്കാരും നോക്കുകയാണെങ്കിൽ എങ്ങോട്ട് ഭിന്നിപ്പാണ്. ഇനി ഇവർ തമ്മിൽ ഒന്നായി ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് കാണാം, ഭാര്യയുടെ തെറ്റുകളെ ഭർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുന്നു, ഭർത്താവിനെ തെറ്റുകളെ ഭാര്യനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ സന്തോഷം, അതെ ഐക്യം, ഐക്യത്തിന്റെ പിന്നിൽ അതാ ഭിന്നിപ്പ്. ഇനി നിങ്ങൾ നോക്കൂ, നമ്മുടെ ഒരു പ്രദേശം, നമ്മുടെ ഒരു വീട്, ഒരു കുടുംബം, ആ കുടുംബത്തിൽ
ബാപ്പയുടെ മക്കളെല്ലാം യോജിപ്പിന് സന്തോഷത്തിലാർക്കെതിരെ മറ്റൊരു വീട്ടുകാരനെതിരെ മറ്റൊരു കുടുംബക്കാരനെതിരെ അവരെല്ലാം സന്തോഷത്തിൽ യോജിപ്പാണ്. ആ യോജിപ്പ് നിലനിന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാപ്പയുടെ ഒരു സ്വത്ത് ബാധിക്കുന്ന വിഷയത്തിൽ വരുമ്പോഴേക്ക് വീട്ടിലുള്ള ഏട്ടനും അനുജനും പെങ്ങളും എല്ലാം പുതിയാപ്പളയും ഒക്കെ തമ്മിൽ തെറ്റിയിരിക്കുകയാണ്. ഐക്യത്തിന്റെ പിന്നിൽ പിന്നീട് ഭിന്നിപ്പാണ്. പിന്നീട് എല്ലാവരും ഏട്ടൻ എന്റെ എഴുത്തുകളിൽ ഒന്ന് പേടി, അനുജൻ തട്ടിക്കളിയിൽ ഒന്ന് ഭയം, പുതിയാപ്പ കേൾക്കുമെന്ന് പേടി, സുബ്ഹാനല്ലാഹ് പെങ്ങളെ പറ്റിക്കുമോ എന്ന് പേടി, കുടുംബം തന്നെ വീട്ടിൽ തന്നെ ഭിന്നിപ്പാണ്. ബാപ്പ മരിച്ച് സ്വത്ത് ബാധിക്കുന്നതോടുകൂടി ഭിന്നിപ്പാണ്. ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ ഭിന്നിപ്പാണ്. ഇനി നിങ്ങൾ നോക്കൂ, അതേ വീട്ടിൽ തന്നെയുള്ള ആളുകൾ മറ്റൊരു വീട്ടുകാരെ വേണ്ടി പടമെടുക്കാൻ വേണ്ടി അവരൊരു യോജിപ്പാണ്. പക്ഷേ ഇവര് തമ്മിൽ ഭിന്നിപ്പാണ്. ഈ വീട്ടുകാരെല്ലാം ഒരു പ്രദേശത്തുകാരാണെങ്കിൽ നമ്മുടെ വാർഡിന്റെ ഒരു പുരോഗതി വേണം, നമ്മുടെ നാട്ടിന്റെ ഒരു പുരോഗതി വേണം, അതിനെല്ലാവരും യോജിപ്പാണ്. പക്ഷേ അത് എന്റെ വീടിന്റെ പരിസരത്താകണം എന്ന ചിന്ത ഓരോരുത്തർക്കും വരുന്നതിനാൽ പിന്നെ ആ വാർഡിലുള്ള ജനങ്ങൾ തമ്മിൽ തെറ്റാണ്. റോഡ് അതിലെയാണോ വേണ്ടത്, ഇതിലെയാണോ വേണ്ടത്, എന്റെ പറമ്പ് കുറച്ച് ചെത്തുന്ന രൂപത്തിലാണോ വേണ്ടത്, എന്റെ മറ്റവന്റെ പറമ്പ് പോകുന്ന രൂപത്തിലാണോ വേണ്ടത്, റോഡ് വേണം എന്നതിൽ യോജിപ്പാണ്. വരുമ്പോഴേ പരസ്പരം ഭിന്നിപ്പാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഒരു പഞ്ചായത്തിൽ ഓരോ വാർഡിലുള്ള ആളുകൾ തമ്മിൽ ഭിന്നിപ്പാണ്. കാരണം ആ പുരോഗതി ഏത് വാർഡിലാണ് വേണ്ടത് എന്നുള്ളതിൽ ഭിന്നിപ്പാണ്. പക്ഷേ ഒരു പഞ്ചായത്തിലുള്ളവർ മറ്റൊരു പഞ്ചായത്തുമായിട്ട് ചിന്തിക്കുമ്പോൾ അവരെല്ലാവരും യോജിപ്പാണ്. പഞ്ചായത്തിലുള്ള വാർഡുകാർ തമ്മിൽ പരസ്പരം ഭിന്നിപ്പാണ്. പഞ്ചായത്തിന്റെ ഒരു കാര്യം വരുമ്പോൾ അവരതാ നമ്മുടെ പഞ്ചായത്തിൽ കിട്ടണം എന്നതിൽ അവർ യോജിപ്പാണ്. അവിടെ നിങ്ങൾ നോക്കൂ, ഒരു മണ്ഡലത്തിലുള്ള ആളുകൾ മണ്ഡലത്തിന്റെ പുരോഗതിയിൽ യോജിപ്പാണ്. പക്ഷെ അതേത് പഞ്ചായത്തിലാകണം എന്നതിൽ ഭിന്നിപ്പാണ്. സുബ്ഹാനല്ലാഹ്, പാലം കെട്ടണം പുഴക്ക് എന്നതിൽ യോജിപ്പാണ്. പക്ഷെ അതെവിടെയാകണം എന്നതിൽ ഭിന്നിപ്പാണ്. ഇനി നിങ്ങൾ നോക്കൂ, അതേ മണ്ഡലത്തിലുള്ള ആളുകൾ തന്നെ നമ്മുടെ താലൂക്കിൽ ഒരു പുരോഗതി വേണം എന്നതിൽ യോജിപ്പാണ്. പക്ഷെ ആ താലൂക്കിൽ ഏത് മണ്ഡലത്തിലാകണം എന്നതിൽ ഭിന്നിപ്പാണ്. ഇനി ആ താലൂക്കുകാർ നമ്മുടെ താലൂക്കിൽ വരണം എന്നതിൽ മറ്റു താലൂക്കുകാരോട് പടപെടുത്താൻ യോജിപ്പാണ്. ഇവരെല്ലാവരും നമ്മുടെ ജില്ലയ്ക്ക് പുരോഗതി കിട്ടണം എന്നതിൽ യോജിപ്പാണ്. മറ്റൊരു ജില്ലയുമായി കളിക്കുമ്പോൾ അവർ യോജിപ്പാണ്. പക്ഷേ ജില്ലയിൽ ഏത് താലൂക്കിലാകണം എന്നതിൽ അവർ ഭിന്നിപ്പാണ്. ഇനി ഓരോ ജില്ലക്കാരും കേരളത്തിന്റെ വിഷയം വരുമ്പോൾ, സ്റ്റേറ്റിന്റെ വിഷയം വരുമ്പോ ഓരോ ജില്ലക്കാരും സ്റ്റേറ്റിന്റെ കാര്യത്തിൽ യോജിപ്പാണ്. പക്ഷേ അവര് തന്നെ അവരവരുടെ ജില്ലയിലേക്ക് കിട്ടേണ്ടത് കിട്ടണം എന്നതിൽ പരസ്പരം ഭിന്നിപ്പാണ്. ഇനി ഓരോ സ്റ്റേറ്റുകാരും ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പടപെടുത്താൻ നമ്മളൊക്കെ യോജിപ്പാണ്. പക്ഷേ കർണാടകയിൽ നമ്മളും തമ്മിൽ തെറ്റാണ്. അതേ തമിഴ്നാട് കർണാടകയും തമ്മിൽ തെറ്റാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ലോകത്തൊന്ന് ചിന്തിച്ചു നോക്കൂ. മനുഷ്യന്മാര് പരസ്പരം ഒരു മേഖലയിൽ യോജിപ്പാണെങ്കിൽ മറ്റൊരുത്തർക്ക് ഭിന്നിപ്പാണ്. ഏത് ഭിന്നിപ്പിന്റെയും അപ്പുറം ഒരു യോജിപ്പിന്റെ പിന്നിൽ ഒരു ഭിന്നിപ്പ്. ഈ ഭൗതികമായ ലോകത്തിന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഏത് സന്തോഷത്തിന്റെയും പിന്നിൽ ഒരു ദുഃഖം, ദുഃഖത്തിന്റെ പിന്നിൽ പലപ്പോഴും സന്തോഷം. ഇതല്ലല്ലോ വാസ്തവത്തിൽ ജീവിതം. ഇതല്ലല്ലോ വാസ്തവത്തിൽ ജീവിതം. ഇനി ഒന്നുകൂടി ഞാൻ പറയട്ടെ, ലാഭം ഒരുപാട് കിട്ടുമ്പോൾ സന്തോഷമാണ്, നഷ്ടം വരുമ്പോൾ ദുഃഖമാണ്. പക്ഷേ ആലോചിക്കണം, ഒരാൾക്ക് ലാഭം കിട്ടുമ്പോൾ മറ്റയാൾക്ക് സന്തോഷമാണ്. കാരണം ഒരാൾ കച്ചവടത്തിൽ തോറ്റു, അപ്പൊ ജയിച്ച വേറൊരുത്തരുണ്ട്, അപ്പൊ അവന് സന്തോഷമാണ്. അപ്പൊ ഇവൻ ദുഃഖിക്കാണ്, എന്റെ പൈസ അവന്റെ കയ്യിലായി, അവന് ലാഭത്തിൽ കിട്ടി, എന്റെ കുറച്ച് വിറ്റുപോയി. നേരെ ഒരാൾക്ക് സന്തോഷം വരുമ്പോൾ മറ്റൊരാൾക്ക് ദുഃഖമാണ്. ഇങ്ങനെ എവിടെ നോക്കിയാലും ഒരു കമ്പനിയുടെ പുരോഗതിയിൽ മുതലാളി തൊഴിലാളികളൊക്കെ യോജിപ്പാണ്. പക്ഷെ മുതലാളിമാരും തൊഴിലാളിമാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഭിന്നിപ്പാണ്. കാരണം അവരവരുടെ വിഷയം എത്തുമ്പോൾ ഭിന്നിപ്പാണ്. ഇങ്ങനെ നോക്കിയാൽ കടിപിടിയുടെ ലോകം, ഒരു ഭിന്നിപ്പിന്റെ ലോകം. അതുപോലെ സഹോദരന്മാരെ, എവിടെ നോക്കിയാലും ദുഃഖത്തോടുകൂടെ സന്തോഷത്തിന്റെ കൂടെ ദുഃഖമുള്ളൊരു ലോകം. ഇതിനപ്പുറം ഒരു ലോകമുണ്ട്. ആ ലോകത്ത് സന്തോഷമേ ഉള്ളൂ, വിജയമേ ഉള്ളൂ, ആരോഗ്യമേ ഉള്ളൂ. അവിടെ നന്മകളെ കാണുകയുള്ളൂ. തിന്മകൾ തൊട്ട് വീഴുന്നില്ല. അസൂയക്കാരില്ല, അഹങ്കാരികളില്ല, ചീത്ത പറയുന്നവരില്ല, തെറി പറയുന്നവരില്ല, ദൈവത്ത് പറയുന്നവരില്ല, കള്ളം പറയുന്നവരില്ല, കുറ്റം പറയുന്നവരില്ല, അതേ നമ്മെ വഞ്ചിക്കുന്നവരില്ല. സുബ്ഹാനല്ലാഹ്, അവിടെ ആരും അക്രമികളില്ല, കുറ്റം പറയുന്നവരില്ല, ശല്യപ്പെടുത്തുന്നവരില്ല. പിന്നെയോ അവിടെ സന്തോഷം മാത്രമേ ഉള്ളൂ. ആ ലോകമാണെങ്കിലോ ഈ ലോകം പോലെ തൽക്കാലം കുറഞ്ഞ കാലത്തേക്കുള്ള ലോകമല്ല, മറിച്ച് തീരാത്ത ലോകമാണ്, അവസാനിക്കാത്ത കാലമാണ്. അവിടുത്തെ യൗവന്യം നശിച്ചു പോകലില്ല,
ഒരിക്കലും തന്നെ ദൈവത്വം നഷ്ടപ്പെട്ട് വാർദ്ധക്യം പിടികൂടലില്ല. അവിടെ ഒരിക്കലും തന്നെ മനസ്സ് വിഷമിപ്പിക്കുന്ന വാക്ക് പറയുന്ന ഭർത്താക്കന്മാരോ ഭാര്യമാരോ ഇല്ല, അക്രമികളില്ല, നമ്മെ ആരും മറിച്ചിടാനില്ല, ആരുടെയും മേൽ നമ്മൾ മേൽക്കോയ്മ ചിന്തിക്കേണ്ടതില്ല, അവിടെ ആരും പരിഹസിക്കാനില്ല, ആരും നിസ്സാരപ്പെടുത്താനില്ല, സന്തോഷം മാത്രമുള്ളൊരു ലോകം, അവിടെ ഒരു ഭിന്നിപ്പുമില്ല. സുബ്ഹാനല്ലാഹ്, അതൊരു വല്ലാത്ത സന്തോഷത്തിന്റെ ലോകം. ആ ലോകമാണ് സ്വർഗലോകം. അതാണ് ഇമാം ഗസാലി എന്ന് പറയുന്നു, മനിദ്ദഅ ഹുബ്ബൽ ജന്നതി വലം യഅമൽ ബിത്വാഅതി ഫഹുവ കദ്ദാബ്. ആ ലോകം വേണമെന്ന് ഒരാൾ അതാഗ്രഹിക്കുന്നു, എന്നിട്ട് അദ്ദേഹം പറയുന്നു, എനിക്ക് സ്വർഗലോകത്തോട് സ്നേഹമാണ്, സ്വർഗലോകത്തെ ഞാൻ താല്പര്യപ്പെടുന്നു എന്ന് അദ്ദേഹം വാദിക്കുന്നു. പക്ഷേ വലം യഅമൽ ബിത്വാഅതി, ആ സ്വർഗലോകം ഉണ്ടാക്കിയിട്ട് അത് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ അതിന്റെ സൃഷ്ടാവായ റബ്ബ്, ആ റബ്ബിനെ അനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം അവൻ നടത്താൻ തയ്യാറല്ല. അവൻ അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് സൽക്കർമ്മം ചെയ്യാൻ അവൻ തയ്യാറില്ല. അവൻ സ്വർഗത്തെ ഇഷ്ടപ്പെടുന്നു എന്ന് അവൻ വാദിക്കുകയും ചെയ്യുന്നു. ഫഹുവ കദ്ദാബ്, അവൻ കള്ളം പറയുന്നവനാണ് കേട്ടോ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വർഗത്തിനെ ആഗ്രഹിക്കുന്നവനാണോ, സ്വർഗത്തെ ഇഷ്ടപ്പെടുന്നവനാണോ, ആ സ്വർഗം നേടാനുള്ള പ്രവർത്തനം അവൻ നടത്തണം. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് നല്ല മത്സ്യം വേണം, എനിക്ക് നല്ല മത്സ്യം വേണം, പക്ഷെ ആ മത്സ്യം കിട്ടാൻ ഞാൻ പുഴയിൽ പോയി പിടിക്കാൻ തയ്യാറില്ല, കടലിൽ പോയി പിടിക്കാൻ തയ്യാറില്ല, അത് പിടിച്ചു കൊണ്ടുവന്ന് വിൽക്കുന്ന ആളെ സമീപിച്ച് വാങ്ങാനും തയ്യാറില്ല, അത് വാങ്ങിക്കൊണ്ടുവരാൻ ഒരാളെ പറഞ്ഞേക്കാനും തയ്യാറില്ല. ഞാൻ എന്റെ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ പറയുന്നു, എനിക്ക് നല്ല മത്സ്യത്തോട് വലിയ സ്നേഹമാണ്, എനിക്ക് മത്സ്യം കിട്ടണം, പക്ഷേ മത്സ്യ മാർക്കറ്റിൽ ഞാൻ പോകുന്നില്ല, ഒരാളെയും മത്സ്യ മാർക്കറ്റിലേക്ക് അയച്ച് മത്സ്യം വാങ്ങുന്നില്ല. എന്റെ വീട്ടിന്റെ സമീപത്തുകൂടി മത്സ്യം ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ആ കൊണ്ടുപോകുന്ന മനുഷ്യൻ മത്സ്യം കൊണ്ടുപോകുന്നതിനെ അറിയിക്കാൻ വേണ്ടി അവൻ ശബ്ദമുണ്ടാക്കിയിട്ട് പോലും ഞാൻ ആ മത്സ്യം വാങ്ങാനും വാങ്ങിക്കാനും തയ്യാറില്ല. എന്നിട്ട് ഞാൻ പറയുന്നു, എനിക്ക് മത്സ്യം വലിയ സ്നേഹമാണ്, എനിക്ക് നല്ല മത്സ്യം കിട്ടണം എന്ന് ഞാൻ പറഞ്ഞാൽ ഞാനൊരു കള്ളം പറയുന്നവനല്ലേ സഹോദരന്മാരെ? അതാ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇതാ ഒരു മനുഷ്യൻ, അതൊരു ചെറിയ ഉദാഹരണമാണ്. ഏത് വിഷയം നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. ഒരാൾ പറയുന്നത് എനിക്ക് സാമ്പത്തികമായി നല്ല പുരോഗതി വേണം, പക്ഷെ അയാൾ കച്ചവടം ചെയ്യാൻ തയ്യാറില്ല, ജോലി എടുക്കാൻ തയ്യാറില്ല, കൃഷി ചെയ്യാൻ തയ്യാറില്ല, അദ്ദേഹം യാത്ര ചെയ്യാൻ തയ്യാറില്ല, അദ്ദേഹം സാമ്പത്തിക പുരോഗതി ഉണ്ടാകാനുള്ള ഒരു നടപടിക്കും അദ്ദേഹം തയ്യാറില്ല. എനിക്ക് സാമ്പത്തികമായി നല്ല പുരോഗതി വേണമെന്ന് അദ്ദേഹം ഇഷ്ടപ്പെടുന്നു, വേണമെന്ന് അദ്ദേഹം വാദിക്കുന്നു. അവൻ കള്ളം പറയുന്നവനല്ലേ? അതാ പറഞ്ഞത്, അതാ സ്വർഗം വേണമെന്നും സ്വർഗത്തെ ഞാൻ ആശിക്കുന്നുവെന്നും ഒരു മനുഷ്യൻ വാദിക്കുകയും ആ വാദിക്കുന്ന മനുഷ്യൻ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കാതെ സൽക്കർമ്മം ചെയ്യാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഫഹുവ കദ്ദാബ്, അവൻ കള്ളം പറയുന്നവനാണ്. അപ്പൊ നമ്മൾ എന്ത് വേണം? നമ്മുടെ ഏറ്റവും പ്രധാനമായി വേണ്ടത് പരിശുദ്ധ റമളാൻ. അത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നത് എന്തിനാണ്? സൽക്കർമ്മങ്ങൾ പ്രാക്ടീസ് ആക്കാൻ വേണ്ടി തന്നത്. ഒരു മാസം കൊണ്ട് നാം സൽക്കർമ്മങ്ങൾ ചെയ്ത് നാം പ്രാക്ടീസ് നേടിയിരിക്കുകയാണ്. 5 നേരത്തെ ജമാഅത്തിന് എങ്ങനെ എത്താൻ കഴിയും? സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കാൻ കഴിയും, ദിക്റുൽ ദുആയിലൊക്കെ എങ്ങനെ പങ്കെടുക്കാൻ സാധിക്കും? ഇത്തരം വിഷയങ്ങളിലൊക്കെ ഏകദേശം ആളുകൾ പരമാവധി പരിശ്രമിച്ച് പങ്കെടുത്തിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു നമ്മിൽ വല്ല വീഴ്ചകളും സംഭവിച്ചെങ്കിൽ നമുക്ക് മാപ്പ് തരുമാറാണ്. അത് തുടർന്ന് മറ്റുള്ള മാസങ്ങളിലും കൂടി കൊണ്ടുപോകാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഞാൻ പറഞ്ഞിട്ട് റമദാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, അല്ലാഹുവിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. റമദാനിൽ നമ്മൾ ആർക്കാണോ ഇബാദത്തെടുത്തത് അതേ റബ്ബ് ഒരു മാറ്റവുമില്ലാതെ ഇപ്പോഴും നമ്മുടെ രാജാവായി തന്നെ നിൽക്കുന്നു. റമദാൻ അല്ലാഹു ഉണ്ട്, ഇനിയും അല്ലാഹു ഉണ്ട്. അല്ലാഹുവിന് മാറ്റത്തില്ല. ഏത്
നിങ്ങൾ നോക്കൂ, റമദാനിലെ ഓരോ സെക്കൻഡിലും നാം അല്ലാഹുവിന്റെ അനുഗ്രഹം അനുഭവിച്ച് ജീവിച്ചവരാണ്. ഇപ്പോഴും നാം അനുഭവിക്കുന്നവരാണ്. ആത്മീയത അത് നാം ജീവിതത്തിൽ തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ തന്നത്. റമദാൻ കഴിയുന്നതോടുകൂടി മനുഷ്യൻ സൽക്കർമ്മങ്ങളിൽ മാറി ദുഷ്കർമ്മങ്ങളിലേക്ക് നീങ്ങിപ്പോകുന്നുവെങ്കിൽ നമ്മുടെ റമദാനിലെ സൽക്കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിച്ചിട്ടില്ല എന്നാണ് അത് നമ്മെ അറിയിക്കുന്നത്. നേരെ മറിച്ച് നമ്മുടെ ജീവിതത്തിൽ റമദാനോടുകൂടി വലിയ മാറ്റമുണ്ടായിട്ടുണ്ടെങ്കിൽ റമദാനിലെ സൽക്കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിച്ചു എന്നതിന്റെ തെളിവാണ്. മാറ്റം എന്നതോട് ഞാൻ ഉദ്ദേശിക്കുന്നത് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നാം മുന്നിലുണ്ടാവുക എന്നതാണ്. കൃത്യമായി 5 വക്ത് നിസ്കരിക്കുക, നിസ്കാരം ഖളാ എന്ന വിഷയമേ ഉണ്ടാകാൻ പാടില്ല. പരമാവധി ജമാഅത്തിന് പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. സുന്നത്ത് നിസ്കാരങ്ങളിൽ ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. അല്ലാഹുവിനെ വഴിപ്പെടാൻ വേണ്ടിയാണ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മെ അല്ലാഹു സൃഷ്ടിച്ചത്. ആ ബോധം എല്ലാ സമയത്തും നമുക്കുണ്ടാകും. നമ്മുടെ വിഷയങ്ങൾ റബ്ബിനെ ഇബാദത്ത് എടുക്കുന്നതിൽ സന്തോഷമാകാം. അവിടെ നമുക്ക് മനസ്സമാധാനം കണ്ടെത്താൻ സാധിക്കും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സദസ്സിൽ സ്വഹാബത്ത് ഒരുമിച്ച് കൂടി ഒരു സദസ്സിൽ വെച്ച് ചോദിച്ചു, ഈ വാചകങ്ങൾ എന്നിൽ നിന്ന് ആര് സ്വീകരിക്കും? എന്നിട്ടോ അതനുസരിച്ച് ആര് പ്രവർത്തിക്കും? അല്ലെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് ആര് ക്ലാസ് എടുത്തു കൊടുക്കും? ആര് പഠിപ്പിക്കും? മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇൽമു പഠിക്കുന്നതിൽ വല്ലാത്ത താല്പര്യമുള്ള സ്വഹാബിയാണ്. മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്, മക്കാനിവാസികൾ ബിസിനസ്സുകാർ, മദീനക്കാർ കർഷകന്മാർ, ഞാൻ രണ്ടിനും പോകാതെ ഇൽമു പഠിക്കാൻ വേണ്ടി മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കൂടി പഠിച്ച മുതഅല്ലിമാണ്. അതിന്റെ പേരിൽ പലപ്പോഴും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്, പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വരുന്ന ഭക്ഷണത്തിൽ നിന്ന് എനിക്ക് കഴിപ്പിക്കുകയും ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കൂടി പഠിക്കുകയും ഇൽമു പഠിക്കാൻ വലിയ താല്പര്യമുള്ള ആളാണ്. ഒരു ദിവസം ഇൽമു പഠിക്കുന്ന ഇൽമു മറന്നു പോകുന്നത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വേവലാതിപ്പെട്ടപ്പോൾ കയ്യിലുള്ള തട്ടമെടുത്ത് നിലത്ത് വിരിക്കാൻ പറഞ്ഞു. വിരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കൈയും ഒരുമിച്ച് കൂട്ടി ഈ അന്തരീക്ഷത്തിൽ നിന്ന് വായുവിൽ നിന്നെന്തോ വായുന്നത് പോലെ കാണിച്ചു. എന്നിട്ട് ഈ തട്ടത്തിലേക്ക് ഇടുന്നത് പോലെ കാണിച്ചു. ഒന്നും കാണാനില്ല. അങ്ങനെ ചെയ്തതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തട്ടം നെഞ്ചിലേക്ക് കൂട്ടിവെക്കാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ എന്തിനാണ് കൂട്ടിവെക്കാൻ പറഞ്ഞതെന്നോ ഇങ്ങനെ ചെയ്തിട്ട് കാര്യമെന്നോ ഒന്നും ആലോചിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ലേ, അല്ലാഹുവിന്റെ റസൂലല്ലേ, അല്ലാഹുവിന്റെ നബിയല്ലേ, തട്ടം നിന്നോട് കൂട്ടിവെക്കാനല്ലേ പറഞ്ഞത്? ഞാൻ അതിന്റെ ശാസ്ത്രീയ വശം എന്താണ് ചിന്തിക്കേണ്ടതില്ലല്ലോ, അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത് എന്ന നിലക്ക് ബഹുമാനപ്പെട്ടവർ അതെടുത്ത് നെഞ്ചിലേക്ക് കൂട്ടിവെച്ചു. അല്ലാഹു തആല ബഹുമാനിച്ച, അല്ലാഹു തആല ആദരിച്ച മഹാന്മാർ അവർ ഒരു കാര്യം പറയുമ്പോൾ അല്ലാഹു ബഹുമാനിച്ചവരല്ലേ, അവർ അത് പറഞ്ഞു എന്ന നിലക്ക് ഞാൻ ചെയ്തു. ഈ ഒരു അദബിന്റെ പേരിൽ പ്രവർത്തിക്കുന്നത് ഈമാനിന്റെ ലക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തട്ടം ഞാൻ നെഞ്ചിലേക്ക് കൂട്ടിവെച്ചു. റസൂലിന്റെ ഒരു വാചകവും ഞാൻ മറന്നുപോയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പഠിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെ കൂടി പഠിച്ച മറന്നു പോകാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതാ വേവലാതി പറഞ്ഞു. അവിടുന്ന് പറഞ്ഞതുപോലെ ചെയ്ത് പ്രത്യേകമായി ബർക്കത്ത് ലഭിച്ച മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മഹാനവർ സഹാബത്തിൽ എഴുന്നേറ്റ് പറഞ്ഞു, നബിയേ അനയാ റസൂലല്ലാഹ്, അവിടുന്ന് പറഞ്ഞു തരുന്ന വാചകങ്ങൾ ഞാൻ പഠിക്കും, അതനുസരിച്ച് പ്രവർത്തിക്കും, മറ്റുള്ളവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കും. അബൂ ഹുറൈറ പറഞ്ഞു, എന്റെ കൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു. കൈ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു, 5 കാര്യങ്ങൾ അവിടുന്ന് എഴുതി പറഞ്ഞു. ആ 5 കാര്യങ്ങളിൽ ഒന്നാമത് പറഞ്ഞു, നീ ഹറാമായ കാര്യങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം.
തകുൻ അബദന്നാസ്, ജനങ്ങളിൽ ഏറ്റവും വലിയ ഇബാദത്തുകാരനാകാം നിനക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത് ഇബാദത്തിന് വേണ്ടിയാണ്. അത് ഖുർആൻ പറഞ്ഞതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ഇബാദത്ത് ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ ഇബാദത്തുകാരൻ ആരാണ്? ഇത്തഖിൽ മഹാരിം, നീ ഹറാമായ കാര്യങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം. തകുൻ അബദന്നാസ്, ജനങ്ങളിൽ ഏറ്റവും വലിയ ഇബാദത്തുകാരനാകാം. സഹോദരന്മാരെ, പഞ്ചസാരയുടെ രോഗമുള്ള ഒരാള് അദ്ദേഹം ധാരാളം മരുന്ന് കഴിക്കുന്നു, ഷുഗറിന്റെ മരുന്ന് കഴിക്കുന്നു, ടാബ്ലറ്റ്സ് കഴിക്കുന്നു, ഇൻസുലിൻ കൊടുക്കുന്നു, അങ്ങനെ പലതും അദ്ദേഹം പ്രതിവിധി ചെയ്യുന്നു. പക്ഷേ ധാരാളം പഞ്ചസാര അദ്ദേഹം വാരി തിന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ ചികിത്സ കൊണ്ട് ഫലം ചെയ്യുകയില്ലല്ലോ. ഇതുപോലെ മനുഷ്യൻ അല്ലാഹുവുമായി അടുക്കാനാണ് ഇബാദത്ത്. അല്ലാഹുവുമായുള്ള അടുപ്പം ലഭിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പഥ്യം സ്വീകരിക്കണം. പഥ്യം എന്താണ്? ഹറാമാക്കപ്പെട്ട കാര്യങ്ങളൊക്കെ പഥ്യങ്ങളാണ്. പഥ്യം സ്വീകരിക്കാത്ത ചികിത്സ കൊണ്ട് പ്രയോജനം ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഹറാമായ കാര്യങ്ങളെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാരാണോ അവരാണ് ജനങ്ങളിൽ ഏറ്റവും വലിയ ഇബാദത്തുകാരനെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഞാൻ എന്റെ ചെറുപ്പക്കാരോട്, എന്റെ യുവാക്കളോട്, എന്റെ സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്തട്ടെ, അല്ലാഹു നമുക്ക് ഓരോ സെക്കൻഡിലും ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ തരുന്ന രാജാവാണ്. ആ രാജാവ് തന്ന കണ്ണ് അവൻ വിരോധിച്ചതിന് ഉപയോഗിക്കരുത്. അവൻ തന്ന കാത് അവൻ വിരോധിച്ചത് കേൾക്കാൻ വേണ്ടി ഉപയോഗിക്കരുത്. അവൻ തന്ന നാവ് അവൻ വിരോധിച്ചത് പറയാൻ വേണ്ടി ഉപയോഗിക്കരുത്. അവൻ തന്ന വയറ് അവൻ വിരോധിച്ചത് തിന്നാനും കുടിക്കാനും ഉപയോഗിക്കരുത്. അവൻ തന്ന കൈ കൊണ്ട് ഹറാമ് പിടിക്കരുത്. അവൻ തന്ന കാലുകൊണ്ട് ഹറാമിലേക്ക് നടക്കരുത്. അവൻ തന്ന മനസ്സുകൊണ്ട് ഹറാമ് പ്ലാൻ ചെയ്യരുത്. ഓ സഹോദര, നീ മുസ്ലിമാണോ? നീ റമദാൻ അംഗീകരിച്ചവനാണോ? നീ ഖുർആൻ അംഗീകരിച്ചവനാണോ? നീ മുസ്ലിമീങ്ങളെ പെരുന്നാൾ ആഘോഷിക്കുന്നവനാണോ? നീ മുസ്ലിമാണോ? എങ്കിലും നീ ശരിക്കും എന്നെ കൈവച്ചൊന്ന് ചിന്തിക്കൂ. നിന്റെ വിശ്വാസത്തിന് ആരാണ് കണ്ണിന് കാഴ്ച തരുന്നതെന്നാണ്? ആരാണ് നിനക്ക് കേൾവി തരുന്നവനെന്നാണ്? ആരാണ് കൈക്ക് ശക്തി തരുന്നവൻ? ആരാണ് കാലിന് ശക്തി തരുന്നവൻ? ആരാണ് മനസ്സിന് സമാധാനം തരുന്നവൻ? ആരാണ് സംസാരിക്കാൻ ആവുന്നവൻ? ഇതിനൊക്കെ നിനക്ക് പറയാനുള്ള മറുപടി അല്ലാഹ്, 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 അല്ലാഹ്. ഈ മറുപടിയാണ് നിന്റെ മനസ്സിൽ നിനക്ക് ലഭിക്കുന്നതെങ്കിൽ ചോദിക്കട്ടെ, നീ ഒരാൾക്ക് കൊടുത്ത ഒരു സാധനം നീ വിരോധിച്ച സംഗതിക്ക് ഉപയോഗപ്പെടുത്തിയാൽ നീ ഇഷ്ടപ്പെടുമോ? നീ ഒരാൾക്ക് കൊടുത്ത സാധനം നീ വിരോധിച്ച കാര്യത്തിന് ഉപയോഗിച്ചാൽ നീ ഇഷ്ടപ്പെടുമോ? നീ കൊടുത്തൊരു സാധനം നീ ഇഷ്ടപ്പെടാത്ത, നീ വിരോധിച്ച കാര്യത്തിന് ഉപയോഗിച്ചാൽ നിനക്ക് അദ്ദേഹത്തോടുള്ള വെറുപ്പ് എത്രയാണ്? അത് നീ തിരിച്ചു വാങ്ങുന്നവനല്ലേ? പ്രതികാരം ചെയ്യുന്നവനല്ലേ? ശിക്ഷ സ്വീകരിക്കുന്നവനല്ലേ? എങ്കിൽ ചോദിക്കട്ടെ, ലോകത്തിന്റെ മുഴുവനും അധികനായ റബ്ബ് നമുക്ക് തന്ന അവയവങ്ങൾ അവൻ വിരോധിച്ചതിൽ ഉപയോഗിക്കുന്നത് നന്ദികേടല്ലേ? ചെറുപ്പക്കാരെ, നന്ദികേടല്ലേ? അതുകൊണ്ട് തന്നെ ഇത്തഖിൽ മഹാരിം, ഹറാമുകളെ സൂക്ഷിച്ച് ജീവിക്കണം. തകുൻ അബദന്നാസ്, നിനക്ക് ഏറ്റവും വലിയ ഇബാദത്തുകാരനാകാം. നിങ്ങൾ നോക്കൂ, എത്ര കാര്യങ്ങൾ നമുക്ക് ഹലാലായി നോക്കാനുണ്ട്. ഓരോ സെക്കൻഡിലും കണ്ട കാഴ്ച അല്ലാഹു തന്നെയല്ലേ? ഒരു സെക്കൻഡിൽ അല്ലാഹു കാഴ്ച വിളിച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇന്നലെ രാത്രി ഏകദേശം ഉറങ്ങാൻ നോക്കുമ്പോൾ ഏകദേശം 12 മണി സമയം എന്റെ വീട്ടിൽ എനിക്ക് പരിചയമുള്ള 2-3 ആളുകൾ, ഒരാൾ പ്രത്യേകം പറഞ്ഞു അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു പോകുന്നു, പ്രത്യേകം ചെയ്യണം. സിറാജുദ്ദീനെ കുറിച്ച് കാര്യമാക്കിയാക്കിയിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന്റെ കണ്ണിന് പരിപൂർണമായ കാഴ്ച അദ്ദേഹത്തിന് നമുക്കും എല്ലാം സഹോദരന്മാരെ, അല്ലാഹുവിന്റെ കാഴ്ച ഒരു സെക്കൻഡിൽ അവർ ആ കാഴ്ച പിൻവലിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ കാതിന്റെ കേൾവി സെക്കൻഡിൽ പിൻവലിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ ചോദിക്കട്ടെ, ഓരോ സെക്കൻഡിലും നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്യുന്നില്ലേ? നമ്മുടെ രക്തം ശുചീകരിക്കപ്പെടുന്നില്ലേ?
ശരീരത്തിന്റെ ഓരോ ഭാഗത്തും ഓരോ സെക്കൻഡിലും രക്തം ഇങ്ങനെ പാസ് ചെയ്യുന്നില്ലേ? ഒരു സെക്കൻഡ് അതിന് നിന്നുപോയാൽ ഉള്ള കഠിനമായ വേദന എത്രയാണ്? ആ രോഗത്തിന്റെ ഗൗരവം എത്രയാണ്? ചോദിക്കട്ടെ, ഓരോ സെക്കൻഡിലും നാം ശ്വാസം കഴിക്കുന്നില്ലേ? ഞാൻ ഇങ്ങനെ വരുന്ന വരവിൽ 2-3 ഹോസ്പിറ്റലുകളിൽ രോഗിയെ കാണാൻ വേണ്ടി കയറി. അതിൽ നമ്മുടെ അതുപോലെ പലരുമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ പലരെയും രോഗികളെ കണ്ടു ഇറങ്ങി വരുമ്പോൾ മലപ്പുറം ജില്ലയിലെ ഒരു രോഗിയെ കാണാൻ വേണ്ടി കയറി. അവിടെ ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശ്വാസം ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ അന്താളിച്ചു പോയി. വല്ലാത്ത വിഷമം തോന്നി. ഇറങ്ങി വരുമ്പോൾ മക്കൾ എന്നോട് പറഞ്ഞു, ഈമാനോടുകൂടെ സലാമത്താകാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ഓ ചോദിക്കട്ടെ സഹോദരന്മാരെ, നമ്മുടെ ശ്വാസം ഓരോ സെക്കൻഡിലും ഒരു പ്രയാസവും ഇല്ലാതെ നാം ഇങ്ങനെ ശ്വാസം കഴിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളുണ്ടോ അതിന്റെ വിലയറിയുന്നു? ശ്വാസം മുട്ടുമ്പോഴല്ലേ ശ്വാസത്തിന്റെ വിലയറിയുന്നത്? അല്ലാഹു തആല ഓക്സിജൻ ശ്വസിച്ചിട്ട് അവൻ തന്നിട്ടുള്ള അവയവങ്ങൾ ഉപയോഗപ്പെടുത്തി അവൻ തന്ന ശ്വാസനാളവും അതുപോലെ ശ്വാസകോശവും അവൻ തന്ന എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഓരോ സെക്കൻഡിലും ശ്വാസോച്ഛ്വാസമെടുക്കുന്നവരല്ലേ നാം. ഓരോ സെക്കൻഡിലും നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്ത് നമ്മുടെ രക്തം ശുദ്ധീകരിച്ച് 4 ഭാഗത്തും എത്തിക്കൊണ്ടിരിക്കുന്നത്. ചോദിക്കട്ടെ, ഓരോ സെക്കൻഡിലും ഒരു രാജാവിന്റെ അനുഗ്രഹം നമ്മളിൽ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ നാം അവൻ തന്നെ കണ്ടുകൊണ്ട് ഹറാമ് നോക്കിയാൽ, അവൻ തന്നെ കാതുകൊണ്ട് ഹറാമ് കേട്ടാൽ, അവൻ തന്നെ വയറ്റിലേക്ക് ഹറാമ് കുടിച്ചാൽ, അവൻ തന്നെ തൊള്ള കൊണ്ട് ഹറാമ് സംസാരിച്ചാൽ, അവൻ തന്നെ കൈകൊണ്ട് ഹറാമ് പിടിച്ചാൽ, അവൻ തന്നെ കാതുകൊണ്ട് ഹറാമിലേക്ക് നടന്നാൽ, അവൻ തന്നെ ശരീരം ഹറാമിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ, അവൻ തന്ന ഹൃദയം, അവൻ തന്ന മനസ്സ് അവൻ പൊരുത്തപ്പെടാതെ ചിന്തിക്കാൻ ഉപയോഗപ്പെടുത്തിയാൽ, ചോദിക്കട്ടെ, നന്ദി കേടലേ? ആദ്യമായി തന്നെ നമ്മുടെ അല്ലാഹുവിലേക്ക് തിരിക്കണം. അല്ലാഹുവിലേക്ക് തിരിക്കാനാണ് പ്രസംഗം. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവരെക്കാൾ നല്ല വാക്ക് പറയുന്നവനാരാണ്? നമ്മുടെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിയണം. ലോകത്തിൽ 2 കാര്യം പറയാനുള്ളൂ. ഒന്ന് സൃഷ്ടിയാണ്, ഒന്ന് സൃഷ്ടാവാണ്. സൃഷ്ടാവിലേക്ക് തിരിഞ്ഞ മനസ്സ് സൃഷ്ടിക്കുണ്ടാകണം. എല്ലാ സൃഷ്ടികളും മനുഷ്യന് വേണ്ടി പടക്കപ്പെട്ട സൃഷ്ടികളാണ്. മലക്കുകൾ നമുക്ക് വേണ്ടിയുള്ള ഡ്യൂട്ടിയിലാണ്. ജിന്നുകൾ ഒരു ഭാഗത്ത് നമുക്ക് വേണ്ടി ഡ്യൂട്ടിയിലാണ്. ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും മനുഷ്യന് വേണ്ടിയാണ്. സൂര്യനും ചന്ദ്രനുമൊക്കെ മനുഷ്യന് വേണ്ടിയാണ്. നമ്മെ അല്ലാഹു ആദരിച്ചിരിക്കുകയാണ്. നമുക്ക് അല്ലാഹു കാരുണ്യം തന്നിരിക്കുകയാണ്. ആയിരക്കണക്കിന് കാര്യങ്ങൾക്ക് കാരുണ്യം തന്ന് ഓരോ സെക്കൻഡിലും നമുക്ക് അനുഗ്രഹം തന്ന് നമ്മെ പോറ്റി വളർത്തുന്ന രാജാവ്, ആ രാജാവിനെ കല്ലുകൊണ്ട് സ്നേഹിക്കണ്ടേ സഹോദരന്മാരെ? ആ രാജാവ് കൽപ്പിച്ചതെടുക്കണ്ടേ? അവൻ വിരോധിച്ചതൊഴിക്കണ്ടേ? അതൊഴിക്കുമ്പോഴാണ് നീ ആ രാജാവിന് ഇബാദത്തെടുക്കുന്നവനാകുന്നത്. അതാ പറഞ്ഞത്, നീ ഹറാമുകളെ സൂക്ഷിച്ച് ജീവിക്കണേ. നിനക്ക് നല്ല ഇബാദത്തുകാരനാകാം. ഒരാഴ്ച മുമ്പ് ഞാൻ അബുദാബിയിൽ ഇരിക്കുമ്പോ ദുബായിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ എന്നെ ടെലിഫോൺ ചെയ്യുന്നു. നിങ്ങൾ പറയണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. എന്താ സംഗതിയ ചെറുപ്പക്കാരൻ പറയാൻ? വിവാഹം കഴിക്കാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരൻ നാട്ടിലേക്ക് പോയി. വിവാഹം കഴിച്ചു, അൽഹംദുലില്ലാഹ്. വിവാഹം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് കുറഞ്ഞ ദിവസമേ ആയിട്ടുള്ളൂ. എന്റെ ചെറുപ്പക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, വിവാഹം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഭാര്യയും ഭർത്താവും തമ്മിൽ സന്തോഷം പങ്കിടുന്ന ചില രംഗങ്ങൾ അദ്ദേഹം ടെലിഫോണിൽ പകർത്തിയെടുത്തു. അത് പകർത്തിയെടുത്തിട്ട് വിദേശത്തേക്ക് കൊണ്ടുപോയി. അവൻ ഇടയ്ക്കിടയ്ക്ക് കാണാനോ നോക്കാനോ ആയിരിക്കാം, പക്ഷേ അതവനൊരു സ്ഥലത്ത് വെച്ചു. ആ ടെലിഫോൺ എടുത്ത് മറ്റൊരു സ്നേഹിതൻ അവന്റെ റൂമിൽ നിന്ന് അത് മുഴുവനും അവന്റെ ഫോണിലേക്ക് പകർത്തി. ആ പകർത്തിയ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് ധാരാളം ആളുകൾക്ക് ഈ ചിത്രം പകർന്നു കൊടുത്തു. ഓരോരുത്തരും ഇങ്ങനെ നോക്കി കളിക്കുകയാണ്. ഉസ്താദെ, എന്നെ വിളിച്ചിട്ട് നിനക്ക് കാണണോ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു ചോദിച്ചപ്പോ എനിക്കത് കാണേണ്ടതില്ലെന്ന് ഞാൻ പറഞ്ഞു. ഉസ്താദ് പറയണം, നടക്കുന്ന ചില സംഗതികളാണ്.
ഈ പെണ്ണ് ഇവിടെ ചിത്രം ഭർത്താവ് പിടിച്ചത് അറിയുന്നില്ലല്ലോ, പെണ്ണിന്റെ കുടുംബം അറിയുന്നില്ലല്ലോ. ഇപ്പൊ ധാരാളം അന്യപുരുഷന്മാരുടെ കയ്യിൽ ഈ പെണ്ണിന്റെയും ഭർത്താവിന്റെയും സന്തോഷം പങ്കിടുന്ന രംഗങ്ങളാണ് ഇത് നടക്കുന്നു ഉസ്താദേ എന്ന് വേദനയോടൊരു ദീനീ ബോധമുള്ള ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ഞാൻ വല്ലാതെ വേദനിച്ചു പോയി. അല്ലാഹു ജല്ല ജലാലുഹു നിഅമത്തുകൾ ഓരോന്ന് തന്നപ്പോ, അനുഗ്രഹങ്ങൾ ധാരാളം തന്നപ്പോ എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്, എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്, എല്ലാവരുടെ കയ്യിലും ക്യാമറയുണ്ട്. എന്ത് പ്രവർത്തിക്കാതെ ചിന്തയില്ലാതെ മനുഷ്യൻ അകപ്പതിക്കുകയാണല്ലോ. നമ്മൾ നന്ദി കേട് ചെയ്യാൻ പാടുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഏറ്റവും നല്ല കുടുംബ ജീവിതം നയിച്ച വ്യക്തി, ഏറ്റവും നല്ല ദാമ്പത്യ ജീവിതം നയിച്ച വ്യക്തി, ഭാര്യമാരും ഭർത്താക്കന്മാരും തമ്മിൽ ഏറ്റവും നല്ല സന്തോഷം പങ്കിട്ട വ്യക്തി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഭാര്യമാരുടെ വീട്ടു ജോലികളിൽ ഭാര്യമാരെ സഹായിക്കാറുണ്ടെന്ന് ഹദീസിൽ കാണാം. വീട്ടിലെ ജോലികളിൽ ഭാര്യമാരെ സഹായിക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മളെ നാട്ടില് ചിലപ്പോൾ മുസ്ലിയാരെങ്ങാനും അടുപ്പത്തുനിന്നൊരു ചായ ഉണ്ടാക്കിയാൽ വലിയ ബേജാറായി പോകും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടു ജോലികളിൽ ഭാര്യമാരെ സഹായിക്കാറുണ്ടെന്ന് ഹദീസിലുണ്ട്. ഇരിക്കട്ടെ, അങ്ങാടിയിൽ വസ്തുക്കൾ വാങ്ങിപ്പോകാറുണ്ടെന്ന് ഹദീസിലുണ്ട്. ഇരിക്കട്ടെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓ സഹോദരന്മാരെ, ഭാര്യമാരോടുള്ള സന്തോഷം പങ്കിടുന്നതിൽ പറഞ്ഞിട്ടുണ്ട്. അതെ, ഞാനും നബിതങ്ങളും ഒരേ പാത്രത്തിൽ വെള്ളം മുക്കിയെടുത്ത് ഒരേ റൂമിൽ വെച്ച് കുളിക്കാറുണ്ട്. അങ്ങനെ എല്ലാവർക്കും സന്തോഷം പങ്കിടാറുണ്ട്. പക്ഷേ അവിടുത്തെ ഉയർന്ന സംസ്കാരമാണ്, ഉയർന്ന നിലവാരമാണ്. ഒരിക്കലും തന്നെ അവിടുത്തെ ലൈംഗികാവയവം ഞാൻ കണ്ടിട്ടില്ല, എന്റെ ലൈംഗികാവയവം അവിടുത്തെ കണ്ടിട്ടില്ല. അത്രയും ഉയർന്ന സംസ്കാരം പുലർത്തിയാണ് ജീവിച്ചത്. എന്നാൽ ഞാൻ പറയട്ടെ, ലൈംഗികാവയവങ്ങൾ ഭാര്യാഭർത്താക്കന്മാര് തമ്മിൽ കാണുന്നത് ഹറാമല്ല എന്ന നിലയ്ക്ക് ആരെങ്കിലും കാണുകയോ നോക്കുകയോ ചെയ്തെങ്കിൽ തന്നെ ചോദിക്കട്ടെ, ഭാര്യമാരുമായി സന്തോഷം പങ്കിടുന്ന രംഗം അത് ടെലിഫോണിൽ പകർത്തിയെടുക്കുന്നത് നല്ലതാണോ? അത് പകർത്തിയെടുത്ത ടെലിഫോൺ മറ്റൊരാളെ കയ്യിൽ കിട്ടിയപ്പോ ഉണ്ടായ മുസീബത്താണ് ഞാനിപ്പോൾ പറഞ്ഞത്. ചോദിക്കട്ടെ, മുഴുവൻ തെറ്റുകളുടെയും കാരണക്കാരൻ ഈ അനാവശ്യം ചെയ്ത ചെറുപ്പക്കാരനല്ലേ? അവന്റെ ടെലിഫോൺ എടുത്ത് സുബ്ഹാനല്ലാഹ് അന്യപെണ്ണിന്റെ ചിത്രവും അന്യപുരുഷന്റെ ചിത്രവും എടുത്തിട്ട് പകർത്തിയെടുത്തവന്റെ തെറ്റി അത് ചെറിയ തെറ്റാണോ സഹോദരന്മാരെ? അള്ളയും നമ്മളും തമ്മിലുള്ള തെറ്റാണെങ്കിൽ അവന്റെ കാരുണ്യം കൊണ്ട് അവൻ എപ്പോഴെങ്കിലും നമുക്ക് പുറത്തു തന്നേക്കാം. പക്ഷേ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യാനുള്ള തെറ്റി, ആ പെണ്ണിന്റെയും കുടുംബത്തെയും അപമാനിക്കുന്ന തെറ്റി, അത് പകർത്തിയിൽ വിതരണം ചെയ്ത ചെറുപ്പക്കാരൻ ആഹ്ലത്തിൽ വെച്ച് കടിക്കുന്ന ഒരു രംഗമില്ലേ? ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രംഗമില്ലേ? പ്രയാസപ്പെടുന്ന ഒരു രംഗമില്ലേ? ഞാനിത് പറയുന്നത് ഒരൽപ്പവും ചിന്തയില്ലാത്ത ജീവിതം അല്ലാഹുവിന്റെ സാമ്പത്തിക ശേഷി തന്നപ്പോ നമ്മളിൽ പലരും നയിക്കുകയല്ലേ. ഇന്നലെ കോഴിക്കോട്ട് നിന്ന് യാത്ര ചെയ്ത് ഇങ്ങനെ വരുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം ഒരു ദാരിദ്ര്യനാണ്, ഒരു പണ്ഡിതനാണ്. എന്നെ പെട്ടെന്ന് ടെലിഫോണിൽ വിളിച്ചുകൊണ്ട് ഫിക്ർ ഒരു മസലയെ ഞാനുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ടെലിഫോൺ കട്ടാക്കി. അദ്ദേഹം പറഞ്ഞു, കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞു. അല്പം കഴിഞ്ഞ് വിളിച്ചിട്ട് എന്നോട് പറയുകയാണ്, ഞാൻ എന്റെ ടെലിഫോൺ കട്ടാക്കിയതെന്ന് അറിയോ? ഞാനിങ്ങനെ കോഴിക്കോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, കൊയിലാണ്ടി കൈവരിക്കുകയാണ്. ഒരു സ്ഥലത്ത് ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടിയിട്ട് വാഹനം പോകുന്നതിന്റെ മുമ്പിൽ വലിയ പടക്കത്തിന്റെ വലിയ കെട്ടുകൾ ഇങ്ങനെ പൊട്ടിച്ചെറിയുകയാണ്. ഞാൻ വണ്ടിയും കൊണ്ട് ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല, മറ്റുള്ളവരെങ്ങനെ പോകണമെന്ന് മനസ്സിലാകുന്നില്ല. നടന്നു പോകുന്ന ആളുകൾക്കും വാഹനത്തിൽ പോകുന്നവർക്കും സർവ്വ സമുദായത്തിൽപ്പെട്ടവർക്കും വലിയ സജ്ജമാകുന്ന രൂപത്തിൽ കുട്ടികൾ പ്രവർത്തിക്കുന്നത് കണ്ടപ്പോ ഞാൻ എന്റെ വണ്ടി ഒരു സൈഡിൽ നിർത്തിയിട്ട് ഞാൻ ഇറങ്ങിച്ചെന്ന് ആ കുട്ടികളോട്
പറഞ്ഞു, മക്കളെ നിങ്ങൾ ഇങ്ങനെ പൊട്ടിച്ച് തീർക്കാനുള്ളതല്ല കാശ്. ഒരിക്കലും തന്നെ അനാവശ്യമായി അതിന് കവിയെ ചെലവഴിക്കുന്ന ഒരു പിശാചിന്റെ കൂട്ടാളികളാണെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. സുബ്ഹാനല്ലാഹ്. മുമ്പ് കാലത്ത് തൃശൂർ പൂരത്തിനും അതുപോലെ ദേവാലയങ്ങളിലെ ഉത്സവങ്ങളിലുമൊക്കെ സുബ്ഹാനല്ലാഹ് ഒരു വെടി നേർച്ച, രണ്ട് വെടി നേർച്ച എന്ന് പറഞ്ഞിട്ട് വെടിക്കെട്ട് കൊണ്ടിച്ച് കാണിക്കുന്ന സ്വഭാവങ്ങളും അതുപോലെ ലക്ഷങ്ങൾ തകർക്കുന്ന സ്വഭാവങ്ങളും കാണാറുണ്ട്. ഇപ്പോൾ കയ്യിൽ കാശ് കിട്ടിയപ്പോ തൊട്ടടുത്ത വീട്ടിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്നലെ ഞാൻ വന്ന് കുറ്റിയാടി ഇറങ്ങിയപ്പോ ഞാൻ പെരുന്നാളിന് മക്കൾക്ക് തുണി വാങ്ങിയിട്ടില്ലെന്ന് ഞാനൊരു 100 രൂപ നിങ്ങളെ പോലുള്ളവർ തന്നതിൽ നിന്ന് എടുത്തു കൊടുത്തപ്പോ അത് വാങ്ങി മാറി അവിടെ നിന്നിട്ട് ഞാൻ എന്റെ വീട്ടിൽ കുട്ടികൾക്ക് തുണി വാങ്ങിയിട്ടില്ലെന്ന് എന്നോട് സ്വകാര്യം പറഞ്ഞ സാധുക്കളുണ്ട്. അരി വാങ്ങാൻ കാശില്ലെന്ന് പറഞ്ഞ സാധുക്കളുണ്ട്. അത്തരത്തിലുള്ള ധാരാളം പാവപ്പെട്ട ജനങ്ങൾ നമ്മുടെ നാട്ടിലൊട്ടാകെ വിശ്വസിച്ചിങ്ങനെ നീങ്ങിക്കുമ്പോൾ പറയട്ടെ, കയ്യിലുള്ള കാശ് അത് മുഴുവനും പൊട്ടിച്ചിട്ട് വാഹനത്തിൽ പോകുന്നവർക്ക് ശല്യം ചെയ്യണോ, റോട്ടിലൂടെ നടക്കുന്നവർക്ക് ശല്യം ചെയ്യണോ? സുബ്ഹാനല്ലാഹ്. ആ പണ്ഡിതൻ ഉപദേശിച്ചപ്പോ ആ ചെറുപ്പക്കാരായ കുട്ടികൾ അത് സ്വീകരിച്ചു. അവരവിടെ കടപ്പുറത്തേക്ക് പോയി പൊട്ടിക്കാൻ വേണ്ടി ഓടുവിട്ട് കടപ്പുറത്തേക്ക് പോയി. ആ പോകുന്ന പോക്കിൽ പിന്നെ കണ്ടത് ഭയങ്കര പൊട്ടാണെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത്, ചോദിക്കട്ടെ സഹോദരന്മാരെ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ട് അനാവശ്യങ്ങളിലെ നമുക്ക് ഇത്ര ആവേശം, എന്തേ അനാവശ്യങ്ങളിൽ ഇത്രത്തോളം ചെറുപ്പക്കാർക്ക് ആവേശം എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മളെപ്പോഴും ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ വാക്ക്, ഇന്ന മിമ്മാ ഖാഫു അലൈക്കും മിൻ ബഅദി, എന്റെ കാലശേഷം ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് മാ യുസ്തഹു അലൈക്കും മിൻ സഫറത്തിൻ ദുനിയാ വസീനതിഹാ, ഭൗതികമായ ലോകത്തിൽ നിങ്ങൾക്ക് സാമ്പത്തിക ശേഷി ഉണ്ടാവുകയും അങ്ങനെ ലോകത്തുള്ള അലങ്കാരങ്ങളും ലോകത്തുള്ള ആഡംബരങ്ങളും നിങ്ങൾക്ക് ധാരാളം അല്ലാഹു തുറന്നു തരുന്നതാണ് ഞാൻ പേടിക്കുന്നത്. നിങ്ങൾ നശിച്ചു പോകാനും നിങ്ങൾ നശിച്ചു പോകാനും നിങ്ങൾക്ക് നിങ്ങളുടെ ദുനിയാവും ആഖിറത്തും നഷ്ടപ്പെടാനും കാരണമാകുന്ന ഏറ്റവും വലിയ കാര്യം സാമ്പത്തികമായി നിങ്ങൾക്കുണ്ടാകുന്ന ശേഷിയാണ്. അത് ഞാൻ ഭയപ്പെടുന്നു. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് പറഞ്ഞതിന് ശേഷം അവിടുന്ന് അപ്പോഴാണ് സഹാബത്ത് ചോദിച്ചത്, ഖൈർ കൊണ്ട് ശർറുണ്ടാകുമോ? ഖൈർ കൊണ്ട് ശർറുണ്ടാകുമോ? അപ്പോഴാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഖൈർ കൊണ്ട് ശർറുണ്ടാവില്ല, പക്ഷേ ഖൈറിന്റെ രൂപത്തിലേ ഉപയോഗപ്പെടുത്താവൂ. നിങ്ങൾ കാണുന്നില്ലേ, മൃഗങ്ങളാണെങ്കിൽ തന്നെ ആ മൃഗങ്ങൾ നല്ല പച്ചയുള്ള പച്ചപ്പുല്ലുള്ള സ്ഥലത്ത് പോയി നന്നായി പച്ചപ്പുല്ല് നിന്നു. അതിനെ വിശപ്പടങ്ങിയാൽ ആ പുല്ല് നിന്ന് നിർത്തി പിന്നീട് കിടന്നിട്ട് തേക്കിയരിച്ചു. അങ്ങനെ തേക്കിയരിച്ച് അതൊക്കെ ദഹിച്ചതിന് ശേഷം വീണ്ടും ആവശ്യത്തിനൊരുതാക്കുന്നു. അതിനിടയ്ക്ക് അത് മൂത്രമൊഴിക്കുന്നു, അത് വിസർജിക്കുന്നു. അതൊരഹങ്കാരം കാണിക്കുന്നില്ലല്ലോ. അത് റബ്ബ് സുബ്ഹാനഹു വ തആല ഭയപ്പെട്ടുകൊണ്ട് ആ മൃഗം അങ്ങനെ പ്രവർത്തിക്കുന്നു, ഭക്ഷിക്കുന്നു. ആ മൃഗം ആവശ്യത്തിന് മാത്രം തിന്നുന്നു, തിന്നവരെ കാത്തു നിൽക്കുന്നു. അതുപോലെ തന്നെ വിശ്വസിക്കേണ്ടത് വിശ്വസിക്കുന്നു. ഈ മൃഗത്തിന് കുഴപ്പമില്ലല്ലോ, നേരെ മറിച്ച് പാൽ വലിച്ചിങ്ങനെ തിന്നിട്ട് അതേ ആവശ്യമില്ലാതെ തിന്നിട്ട് അത് തെരിയരക്കാനും കൂടി ഇരിക്കാതിരുന്നാൽ വയറ് കഴിച്ചില്ലേ, അതാ പോയില്ലേ, പലതും സംഭവിച്ചില്ലേ. ഇത് സൂചിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഅന്ന ഹാദൽ മാല ഖദറത്തുൻ ഹുൽവത്തുൻ, അതേ ധനം എന്ന് പറയുന്നത് ഒരു പച്ചയാണ്, അത് മധുരമാണ്. ഫമൻ അഖദഹു ബിഹഖ്ഖിഹി വവദഅഹു ബിഹഖ്ഖിഹി ഹഖ്ഖിഹി ഫനിഅമൽ മഊന, ഒരു മനുഷ്യന് അവകാശമനുസരിച്ച് ഹലാലായ ധനം ലഭിക്കുകയോ അത് ഹലാലായ അല്ലാഹു തആല വെക്കാൻ പറഞ്ഞ സ്ഥലത്ത് അവകാശികൾക്ക് കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കുകയും വെക്കേണ്ട സ്ഥലത്ത് വെക്കുകയും ചെയ്താൽ ഫനിഅമൽ മഊന, അത് റബ്ബിൽ കിട്ടിയ നല്ല ഒരു സഹായം തന്നെ. വമൻ അഖദഹു ബിഗൈരി ഹഖ്ഖിഹി, ഒരു മനുഷ്യൻ അവകാശമില്ലാത്ത നിലയിൽ ഹറാമും ഹലാലും നോക്കാതെ ധനം സമ്പാദിച്ചാൽ, അതുപോലെ അതാ അവൻ ഏത് വിഷയത്തിൽ നോക്കാതെ ധനം ചെലവഴിച്ചാൽ
തിന്നുന്നു വയറില്ല. അങ്ങനെയുള്ള ഒരു മൃഗത്തെ പോലെയായി. എത്ര കിട്ടിയിട്ടും മതിയാകുന്നില്ല, തിന്നുന്നു വയറില്ല. അന്ത്യനാളിൽ അവനെതിരായിട്ട് അവന്റെ ധനം അവന് സാക്ഷി നിൽക്കും കേട്ടോ. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വേണം, ചിന്ത വേണം, ഹറാമുകൾ സൂക്ഷിച്ച് ജീവിക്കണം. ഇത്തഖിൽ മഹാലിം തകുൻ അബദന്നാസ്. ഈ ഹറാമുകൾ മാറി നിൽക്കണം. സഹോദരന്മാരെ, സുബ്ഹാനല്ലാഹ്, തൊണ്ടന്റെ ക്യാൻസറായി പോയി, അല്ലാഹു കാക്കട്ടെ. വയറിൽ ക്യാൻസറായി പോയി, അല്ലാഹു കാക്കട്ടെ. ഒരു വെള്ളം കുടിക്കാൻ കഴിയാതെ ആശുപത്രികളിൽ മേൽപോട്ട് നോക്കിക്കിടക്കുന്ന എത്ര രോഗികളാണ്. അല്ലാഹു തആല കൊടുത്ത സമ്പത്ത്, അല്ലാഹു കൊടുത്ത ധനം, ആ ധനം കൊണ്ട് കടുത്ത ഹറാമായ കള്ളു കുടിക്കുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബ്രാൻഡി കുടിക്കുന്നു എന്ന് പറഞ്ഞാൽ, വിസ്കി കുടിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര ഗൗരവമാണ് സഹോദരന്മാരെ. അല്ലാഹു കൊടുത്തവൻ ഒരു സെക്കൻഡ് കൊണ്ട് അതിലൊരു രോഗം കൊടുത്താൽ എന്ത് ചെയ്യും? ഇവനെ തടുക്കാൻ കഴിയുമോ? അവൻ തിരിച്ചു പിടിക്കാൻ കഴിയുമോ? അല്ലാഹു പാപം ചെയ്യുന്നവരൊക്കെ പാപങ്ങൾ പുറത്തു തീരുമാനാകും. പാപം ചെയ്യാത്ത രൂപത്തിൽ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. പരിശുദ്ധ റമദാൻ നമ്മുടെ ജീവിതത്തിന് മാറ്റമുണ്ടാകാനാകണം. സഹോദരന്മാരെ, ഞാൻ ഈ നാദാപുരത്തും അതുപോലെ പരിസരങ്ങളിലും മറ്റ് പല സ്ഥലത്തുമായി 30ഓളം കൊല്ലമായി ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കാര്യം പറയട്ടെ, ആ 30ഓളം കൊല്ലം പ്രസംഗിക്കുന്ന സമയത്ത് പുളിക്കൂൽ പള്ളിയുടെ സമീപത്ത് ഞാൻ 10 ദിവസം ഏകദേശം 25 കൊല്ലം മുമ്പ് വേറെ പറഞ്ഞിട്ടുണ്ട്. മുറ്റത്ത് 25ഓളം കൊല്ലം മുമ്പ് ഞാൻ 5 ദിവസം വേറെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 30ഓളം വർഷമായി ഞാൻ ഇവിടെ ഒക്കെ വേറെ പറയുന്നുണ്ട്. അന്നൊക്കെ എന്റെ താടിയിലുള്ള രോമങ്ങൾ മുഴുവൻ കറുത്തതായിരുന്നു, തലയിലുള്ള രോമങ്ങൾ കറുത്തതായിരുന്നു. ഇപ്പോൾ എന്റെ താടിയിലും തലയിലുമൊക്കെ വെളുത്ത രോമങ്ങൾ എത്രയാണ്? അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചിന്തിക്കാനല്ലേ. അതുപോലെ ഓരോ മനുഷ്യനും ചിന്തിക്കാനല്ലേ. എല്ലാവരും പോകേണ്ടതിന്റെ യാത്ര പോകുന്നതിന് മുമ്പ് നല്ലതും സമ്പാദിച്ച് പോകണ്ടേ സഹോദരന്മാരെ. ഈ ഭൗതികമായ ലോകം അത് അവസാനിക്കുന്ന ലോകമല്ലേ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ കയ്യും പിടിച്ച് രണ്ടാമതായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വറദിനാ ഖസബല്ലാഹു ലക തകുൻ അബലന്നാസ്. നീ അല്ലാഹു നിനക്ക് അംശയിച്ച് തന്നതല്ലാണോ, അതുകൊണ്ട് നീ തൃപ്തിപ്പെടുക. തകുൻ അബലന്നാസ്, നീ ജനങ്ങളിൽ ഏറ്റവും വലിയ ഐശ്വര്യക്കാരനാകാം. എല്ലാ ഐശ്വര്യമുണ്ടാകണം. പക്ഷെ ഐശ്വര്യക്കാരൻ ആരാണ്? അല്ലാഹു തആല കൊടുത്തത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണ്, അവനാണ് ഐശ്വര്യക്കാരൻ. ചില ആളുകൾ കുറേ പണം കൊണ്ട് ഐശ്വര്യം ഉണ്ടാവില്ല, കുറെ പണം കൊണ്ട് സമാധാനം ഉണ്ടായിക്കൊള്ളുന്നില്ല. നിങ്ങൾ കാണുന്നില്ലേ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഓരോ സൃഷ്ടികളുടെ സ്വഭാവം. ചില ആളുകൾ ധാരാളം പണമുണ്ട്, കല്യാണം കഴിച്ചിട്ട് 40 കൊല്ലമായി, ഒറ്റ കുട്ടിയില്ല, മക്കളില്ല. ഇവർ ഈ സ്വത്തുക്കൾ ഇങ്ങനെ നോക്കിയിട്ട് മനസ്സിന് ടെൻഷനാകുക. ഇത് ആർക്കാ കൊണ്ടുപോവുക, ഇതെന്തല്ല ആകുക. അവന്റെ സ്വത്ത് കാണുമ്പോഴൊക്കെ ടെൻഷൻ. കാരണം മക്കളില്ല. ടെൻഷൻ ഉള്ളവർ ഇല്ലാത്തവർക്ക് പ്രശ്നമില്ല. അല്ലാഹു എനിക്ക് ഒരുപാട് സ്വത്ത് തന്നു, ഞാൻ അവർക്ക് നന്നായി ആഹ്റത്തിന് വേണ്ടി നന്നായി ചെലവഴിക്കാൻ സാധനങ്ങൾക്ക് കൊടുക്കുകയാണ്, എന്റെ കുടുംബത്തിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കുകയാണ്. അതൊന്നുമില്ല. ചില ആളുകൾക്ക് മരിച്ചിട്ട് കുടുംബക്കാരെടുക്കുമെന്ന് വിളിക്കാം. മരിച്ചിട്ട് എന്നാലും മരിച്ചിട്ട് കുടുംബക്കാരെടുക്കുമെന്നുള്ള വിളിക്കുകയാണ്. മരിച്ചാൽ വേറെ ആവശ്യമുണ്ടോ? എന്നാലും കുടുംബക്കാരെടുക്കുന്ന വിളിക്കുകയാണ്. കുടുംബക്കാർക്കാണ് ഗുണം ചെയ്യേണ്ടത്, അയൽവാസികൾക്കാണ് ഗുണം ചെയ്യേണ്ടത്. അതുപോലെ നല്ല കാര്യങ്ങൾക്കാണ് നമ്മൾ ചെലവഴിക്കുന്നത്. അതാണ് സംസാരിക്കുന്നില്ല. പറഞ്ഞു വരുന്നത് കുറേ സമ്പത്തിന്റെ പക്ഷേ മക്കളില്ല. അദ്ദേഹം ഇങ്ങനെ ടെൻഷനായിട്ട് വേറെ ചില ആളുകൾ നോക്കും, ധാരാളം പണമുണ്ട്, നല്ല മക്കളുണ്ട്, പക്ഷെ ഒരു കുട്ടി മന്ദബുദ്ധിയാണ്. സുബ്ഹാനല്ലാഹ്, അയാൾ വൈകുന്നവരെ ആ കുട്ടിയുമായി കൊണ്ടുള്ള പ്രയാസം. വേറെ ഒരാൾ സാമ്പത്തികമായി ശേഷിയൊന്നുമില്ല, ഒരുപാട് മക്കളുണ്ട്, എപ്പോഴും രോഗം. അയാൾ ഇങ്ങനെ വേറൊരു മനുഷ്യൻ ലോകത്ത് കാണുന്നത് ഞാൻ പറഞ്ഞത്. വേറൊരാൾ സമ്പത്ത് ധാരാളമുണ്ട്,
പക്ഷെ ഒന്നും തിന്നൂടാ, ഒക്കെ പറ്റിക്കും. ഒരു സാധനം ഭയങ്കര മുതലാളിയാണ്, കൊളസ്ട്രോൾ ആണ്, ഒരു സാധനം തിന്നൂടാ, പഞ്ചസാര ഒന്നും തിന്നൂടാ, അതിന്റെ കൂടെ പ്രഷറാണ്, ഒന്നും തിന്നൂടാ. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ജീവിക്കുന്നത്. വേറെ ചില ആളുകൾ സുബ്ഹാനല്ലാഹ് ആരോഗ്യമുണ്ട്, പണമുണ്ട്, നല്ല വീടുണ്ട്, ധാരാളം ബിസിനസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഭാര്യയുടെ സ്വഭാവം വളരെ പോക്കാണ്. ഒരിക്കലും വീട്ടിൽ ചെന്നാൽ സമാധാനമില്ല, വീട്ടിലേക്ക് പോകാനും സമാധാനമില്ല. ഇവൻ എപ്പോഴും ഭാര്യയെ കൊണ്ട് ഇങ്ങനെ ടെൻഷനാണ്. സുബ്ഹാനല്ലാഹ് നമ്മൾ കാണുന്ന അവസ്ഥകളാണ് ഞാൻ പറയുന്നത്. അല്ലാഹുവല്ലേ മനുഷ്യന് സമാധാനം തരുന്നത്, അല്ലാഹുവല്ലേ ഐശ്വര്യം തരുന്നത്, അല്ലാഹുവല്ലേ കൊടുക്കുന്നത്, അല്ലാഹുവല്ലേ തടയുന്നത്. ആ രാജാവിനെ സ്നേഹിക്കൂ സഹോദരന്മാരെ, ആ രാജാവിനെ പ്രിയപ്പെട്ടു സഹോദരന്മാരെ. ആ രാജാവ് തന്നതിൽ സംതൃപ്തി നേടൂ. ഏറ്റവും നല്ല ഐശ്വര്യക്കാരനാകാം. തങ്ങൾ പറയാണ്, ചിലരെ കാണുമ്പോൾ എപ്പോ നോക്കിയാലും അവർക്ക് വേദാതെ പറയാനുള്ളൂ, ഏത് സമയത്ത് നോക്കിയാലും ബുദ്ധിമുട്ടേ അവർക്ക് പറയാനുള്ളൂ. എന്താ പ്രശ്നം? പ്രശ്നം 14 സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. 15ാമത്തെ ഒന്നിന് ഞാൻ തലെടുത്തിട്ട് ഇപ്പൊ കൊല്ലായി ഇതുവരെ ഓപ്പൺ ചെയ്യാനായിട്ടില്ല. 30 വലിയ വേദാന്തം 15ാമത്തെ തുറക്കാൻ കഴിയാത്ത വേദന. സുബ്ഹാനല്ലാഹ്, എന്റെ സൂപ്പർ മാർക്കറ്റിൽ ജോലി എടുക്കുന്ന തൊഴിലാളികൾ, അയാൾ ഇസ്ലാം നല്ല സുഖാണ്, ഒരു 1200 ദൃഹം ശമ്പളം കൊടുക്കുന്നത്, ചെറിയ ശമ്പളം വൃത്തിയായി നമ്മുടെ മുതലാളി ചെയ്തുകൊണ്ട്. പിന്നെ ഞാൻ കൃത്യമായിട്ട് ജോലിക്ക് പോകുന്നു, വീട്ടിൽ പോകുന്നത്. ഞാനത് വർക്ക് അയച്ചു കൊടുത്താൽ അൽഹംദുലില്ലാ എത്രയോ ബാക്കി ഉണ്ടാവുന്നത് 10% അയച്ചു കൊടുക്കും, 10 വീടൊക്കെ ഉണ്ടാക്കണം വെച്ചാൽ ഏകദേശം വീട്ടിന്റെ പണിക്കൊണ്ട് തീരാനായി. എനിക്ക് നല്ല സന്തോഷമാണ് ഉസ്താദ്. ഇയാളെ സൂപ്പർ മാർക്കറ്റിൽ ആയിരക്കണക്കിന് ജോലിക്കാരുണ്ട്. ഒരു തൊഴിലാളിയുടെ വർത്താനാണ്, അയാൾ എന്തൊരു സന്തോഷത്തിലായിരിക്കും, എന്നും സമാധാനം. ഇയാൾക്ക് 15ാമത്തെ തുറക്കാൻ കഴിയാത്ത പാടവെടുക്കുന്ന വേലാറാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ വേദാരന്നെ എപ്പോ നോക്കിയാലും വേദാരന്നെ, എപ്പോ നോക്കിയാലും വിഷമം തന്നെ. ഒരിക്കലും ഇയാൾക്ക് സമാധാനമില്ല. ഒന്ന് തുറക്കുമ്പോൾ ഒന്ന് കൂട്ടുന്ന വേദാറ്, പിന്നെ തൊഴിലാളിയുടെ വേദാറ്, പിന്നെ അപ്പത്തെ ടെസ്റ്റിന്റെ വേദാറ്, മറ്റേ പിന്നെ അൽക്കാരുടെ വേദാറ്. സുബ്ഹാനല്ലാഹ്, വേദാറോ വേദാറ്. വൈകുന്നവരെ വേദാറ് ഉണ്ടാക്കി മുഴുവനും ഉണ്ടാക്കി വെച്ച് അങ്ങനെ ഉണ്ടാക്കി ഇയാൾ പെട്ടെന്ന് പോവുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്, പോകുമ്പോഴേ വേദാറ് മുഴുവൻ പോകുന്നത്. ഇതൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ട് മുമ്പ് പോലെ പോകുമ്പോൾ കൊണ്ടുപോകുന്നത്. പോകുമ്പോൾ കൊണ്ടുപോകുന്നത് 3 കഷ്ണം തുണി. സുബ്ഹാനല്ലാഹ്, ചെറ്റപ്പറയിൽ നിന്ന് മയ്യത്തുകട്ടിലേക്ക് കയറുന്ന പാവപ്പെട്ടവർക്ക് വിഷമമില്ല. കാരണം വിട്ടൊഴിഞ്ഞു പോകുന്ന ചെറ്റപ്പറയാണ്. ഇയാളോ ഇയാൾ മാളികയിൽ ഇറങ്ങിപ്പോകുന്ന ഒരു വിഷമമാണ്. കാരണം ഈ മാളികയിൽ നല്ലേ ഇറങ്ങിപ്പോകുന്നത് വലിയ ബേജാറ് തന്നെ. നിസ്കരിക്കാൻ സമയം കിട്ടാതെ സുബ്ഹാനല്ലാഹ്, പണക്കൊഴുപ്പ് എത്രയുണ്ടായിട്ടും പിന്നെയും പണമുണ്ടാക്കുന്ന ബേജാറിൽ നിസ്കാരം കളാക്കുന്ന മുതലാളിമാരെ, ജമാഅത്തിന് സമയം കിട്ടാത്ത മുതലാളിമാരെ, സാധുക്കളിൽ ഹജ്ജാജ് ചെല്ലുമ്പോ അവിടെ ജിക്റില്ലാതെ നേരങ്ങളിൽ ഇറങ്ങി പോകുന്നവരെ, സലാത്തിന് സമയം കിട്ടാത്തവരെ, ഇൽമിന്റെ സദസ്സിൽ പോകാൻ സമയം കിട്ടാത്തവരെ, ദുനിയാവുമായി കെട്ടിമറിച്ചതിൽ, നീ ഭൗതികമായ ലോകത്തുമായുള്ള കെട്ടിമറിച്ചതിൽ നിനക്ക് ഇബാദത്തിന് നേരമില്ല. സുബഹിക്ക് ഖദാ നിസ്കരിക്കാൻ കഴിയുന്നില്ല, ജമാഅത്തിന് പങ്കെടുക്കാൻ കഴിയുന്നില്ല, റമദാനായി ഒരു ഖത്തം പോലും ഓതാൻ സമയം കിട്ടിയിട്ടില്ല. നിനക്കൊരു നിസ്കാരത്തിന് ശേഷമുള്ള 33 സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ പാവപ്പെട്ട തൊഴിലാളികൾ അവിടെ ഇരിക്കുമ്പോ മുതലാളിയായ നിനക്കതിന് നേരമില്ല. ഓ മനുഷ്യ, ഞാൻ എന്നോട് ചോദിക്കട്ടെ, എവിടെയാണ് വീട് പണിയേണ്ടത്?